കഥ തുടരുന്നു. അവർ നടന്നു പോകുന്നതിനരികിൽ ചെറിയ കാടുകളായിരുന്നു. ഏറ്റവും മുന്നിൽ റാം റൊണാൾഡോയായിരുന്നു, പിന്നിൽ നിക്കോളാസും. റാം റൊണാൾഡിന്റെ കണ്ണുകൾ ഒരു വേട്ടപ്പട്ടിയുടെ ഭാവത്തിൽ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെയായിരുന്നു പിന്നിലെ കുറ്റിക്കാട്ടിൽ ചലനമുണ്ടായത്. അവർ തിരിഞ്ഞു നോക്കും മുമ്പ് ഒരു കറുത്ത കൂറ്റൻ ജന്തു കുതിച്ച് ചാടിക്കഴിഞ്ഞിരുന്നു. നിക്കോളാസ് അലറിക്കരഞ്ഞുപോയി. റാം റൊണാൾഡ് ഞെട്ടിത്തിരിഞ്ഞു. അപ്പോഴേക്കും ആ ജന്തുവിന്റെ അടിയേറ്റ് നിക്കോളാസ് മഞ്ഞിൽ കമിഴ്ന്നു വീണു. റാം റൊണാൾഡിന് നിറയൊഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ കൂറ്റൻ ഹിമക്കരടി നിക്കോളാസിന്റെ മുകളിലായിരുന്നു. അലക്സാണ്ടർ മൈമൂണും മാർട്ടിൻ പെരേരയും ഭീതിയോടെ പിന്നോട്ട് ചാടി മാറി. ഹിമക്കരടി വായ തുറന്ന് മുന്നോട്ടാഞ്ഞപ്പോൾ നിക്കോളാസ് കണ്ണുകൾ ഇറുക്കിയടച്ചു. കരടിയെ കണ്ടപ്പോൾ തന്നെ നിക്കോളാസിന്റെ കയ്യിൽ നിന്നും തോക്ക് താഴെ വീണിരുന്നു. ഇനി അമാന്തിച്ചാൽ സംഗതി കുഴയുമെന്നുറപ്പായ റൊണാൾഡോ മുന്നോട്ട് കുതിച്ച് തോക്കിന്റെ പാത്തി കൊണ്ട് കരടിയെ അടിച്ചു. ആ ശക്തിയിൽ കരടി പിന്നോട്ട് പറഞ്ഞു. എന്നാൽ റൊണാൾഡിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ഹിമക്കരടി ചാടി എണീറ്റ് അയാളെ ആക്രമിച്ചു. റൊണാൾഡ് വേച്ചുപോയി. വർദ്ധിച്ച കോപത്തോടെ ആ ജന്തു കുതിച്ചു ചാടി. ഇത്തവണ റൊണാൾഡ് വീണുപോയി. അതിനിടയിൽ തോക്കിന്റെ ലക്ഷ്യം കരടിയുടെ നേരെയാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. തന്റെ മുകളിലേക്ക് കരടി ചാടി വീണതും ക്ഷണത്തിൽ തെഞ്ഞുമാറിക്കൊണ്ട് അയാൾ നിറയൊഴിച്ചു. മുന്നിൽ ഒരു അദൃശ്യഭിത്തിയിൽ ചെന്ന് മുട്ടിയതുപോലെ കരടി ഒന്ന് നിന്നു. അതിന്റെ മാറിൽ നിന്നും ചോര ചീറ്റിയൊഴുകി. അത്യുഗ്രമായി ഒന്നലറിക്കൊണ്ട് ആ കറുത്ത ജന്തു പെട്ടെന്ന് പിന്തിരിഞ്ഞോടി. മഞ്ഞിനു മുകളിൽ ചോരപ്പൂക്കൾ വിരിഞ്ഞു. കുറ്റിക്കാടുകളെ വകഞ്ഞുമാറ്റി ആ ജന്തു നിമിഷങ്ങൾക്കുള്ളിൽ മഞ്ഞിൽ മറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്, റൊണാൾഡ് പറഞ്ഞു. മുറിവേറ്റ അവൻ കൂടുതൽ അപകടകാരിയാണ്. പതിയിരുന്ന് ആക്രമിക്കും, അല്ലെങ്കിൽ ഗന്ധം പിടിച്ച് നമ്മുടെ പിന്നാലെ എത്തും. അവന് വെടിയേറ്റിട്ടുണ്ടല്ലോ. ഒരു വെടിയുണ്ട കൊണ്ടൊന്നും അവനെ ഇല്ലാതായാക്കുവാൻ കഴിയില്ല, പ്രത്യേകിച്ചും മഞ്ഞൻ പ്രദേശത്ത്. നിക്കോളാസിന്റെ മുഖത്തെ മാംസം അല്പം പറഞ്ഞു പോയിരുന്നു. കരടിയുടെ അടിയേറ്റതാണ്. അസഹ്യമായ നീറ്റൽ തോന്നിയെങ്കിലും ഹേമാംബികയെ തിരിഞ്ഞു പോകുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഒരുപക്ഷെ നമ്മൾ ഇവിടെ വന്ന ആ രാത്രിയിൽ കമാൻഡോയെ വധിച്ചത് ഇത്തരം ഒരെണ്ണമാണോ എന്നാണ് എൻ്റെ സംശയം, മാർട്ടിൻ പെരേര പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, നിക്കോളാസ് അനുകൂലിച്ചു. അവർ തെക്കോട്ട് നടന്നു. മഞ്ഞിൻ്റെ ആവരണമുള്ള അന്തരീക്ഷത്തിന് പെട്ടെന്ന് ഒരു മാറ്റം വന്നതുപോലെ ശക്തിയോടെ ഒരു കാറ്റ് വീശിയപ്പോൾ കിഴക്ക് ഒരു കുന്നു കാണുവാൻ അവർക്ക് കഴിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ദൃശ്യം മറയുകയും ചെയ്തു. പിന്നെയും അവർ കിലോമീറ്ററുകളോളം മുന്നോട്ട് പോയി. അവസാനം ചെന്നെത്തിയത് കടൽക്കരയിൽ. വഴിതെറ്റിപ്പോയതാണ്. പെട്ടെന്ന് അവർ അത്ഭുതകരവും അവിശ്വസനീയമായ ഒരു കാഴ്ച കണ്ടു. മുന്നിൽ മഞ്ഞിലൂടെ നടക്കുന്ന കുറേ പെൻഗ്വിനുകൾ. ശാസ്ത്രജ്ഞർ മുഖാമുഖം നോക്കി. ഒരിക്കലും ഇവിടെ പെൻഗ്വിനുകൾ കാണാറുള്ളതല്ല. ഇത് പിന്നെ എങ്ങനെ സംഭവിച്ചതാണ്? അനുകൂലമായ കാലാവസ്ഥയിൽ എങ്ങനെയോ ഇവിടെ എത്തപ്പെട്ടതാകുമോ? പക്ഷേ എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല. അവ കൂട്ടമായി കടൽക്കരയിലൂടെ നടക്കുകയാണ്. മത്സ്യങ്ങളെ തേടുകയാവും. തങ്ങളുടെ ആഗമനദേശം മറന്ന് അവർ ഏതാനും മിനിറ്റുകളോളം ഈ കാഴ്ച തന്നെ നോക്കി നിന്നു. എന്തായാലും തൽക്കാലം അവറ്റകൾ നമ്മെ കാണണ്ട, റാം റൊണാൾഡ് പറഞ്ഞു. മനുഷ്യരെ കാണുമ്പോൾ അവയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം തിമിംഗലങ്ങളുമായി പലപ്പോഴും ഇവറ്റകൾ യുദ്ധം ചെയ്യാറുണ്ട്. അന്തിമ വിജയം തിമിംഗലത്തിനാണെങ്കിൽ പോലും ഇരത്തേടിയെത്തുന്ന ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് തിമിംഗലം പിടിക്കും. ഇവറ്റകൾ ഉടനെ കൂട്ടത്തോടെ ആക്രമിക്കുകയായി. പക്ഷേ വാൽകൊണ്ട് ഇവയെ അടിച്ചു തെറിപ്പിച്ചിട്ട് തിമിംഗല ഇരയുമായി വെള്ളത്തിലേക്ക് ഊളിയിടും. അവർ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. ഉച്ചയായപ്പോഴേക്ക് നിരാശയായി കൂടാരത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ഡോക്ടർ സുഖ്ദേവ് സിംഗും അവിടെയുണ്ടായിരുന്നു. കമാൻഡോയുടെ മൃതദേഹം മറവ് ചെയ്തിരുന്നു. ഹേമാംബികയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? അവരെ കണ്ട ഉടനെ അദ്ദേഹം തിരക്കി. ഇല്ല, നിരാശയോടെ അവരുടെ മറുപടി. നിശബ്ദതയുടെ നിമിഷങ്ങൾ. ഡോക്ടർ, ഗ്ലാഡിസാണ് വിളിച്ചത്. സുഖ്ദേവ് സിംഗ് തിരിഞ്ഞു നോക്കി. നമുക്ക് ഈ നശിച്ച സ്ഥലത്തു നിന്നും തിരികെ പോയാലോ? ഇവിടെ നമുക്ക് ശ്മശാനം ഒരുക്കി തരും എന്നല്ലാതെ എനിക്കൊന്നും തോന്നുന്നില്ല. സുഖ്ദേവ് സിംഗിൻ്റെ മുഖത്ത് അമ്പരപ്പ് പടർന്നു. ഗ്ലാഡിസ് എന്താണ് ഈ പറയുന്നത്? ആദ്യമായി ഒരു കാര്യം നമ്മൾ ഓർക്കണം. സ്വന്തം ഇഷ്ടത്തിനല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഭാരതത്തിന് വേണ്ടിയാണ്, നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടിയാണ്. അണുവായുധം കുറയ്ക്കുന്നു എന്ന് ഓരോ രാജ്യക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും പുതിയതായി ഓരോന്ന് കണ്ടുപിടിച്ച് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ അറിയാം ഓരോരുത്തരുടെയും കയ്യിലുള്ള ആയുധങ്ങളെപ്പറ്റി. ചീറി വരുന്ന മിസൈലുകളോട് അഹിംസ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ മിസൈലുകൾ കൊണ്ട് തന്നെ തടയണം. അപ്രതീക്ഷിതമായ ഒരിടത്തു നിന്നും നമ്മൾ ആക്രമിച്ചാൽ മറ്റുള്ളവർ അടിയറവ് പറയും. അതിനാണ് നമ്മൾ ഈ ക്രൂസോ ദ്വീപ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നും ഉയരുന്ന മിസൈലുകൾ ലോകത്ത് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തതാണ്. പക്ഷേ അതെന്താണെന്ന് മാത്രം സുഖ്ദേവ് സിംഗ് പറഞ്ഞില്ല. തൽക്കാലം അതിൻ്റെ പ്രവർത്തനം മറ്റാരും അറിയരുതെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത്തരം ഒരു മിസൈൽ ലക്ഷ്യത്തിന് കിലോമീറ്ററുകൾ അകലെ വച്ചേ അതിന് രൂപാന്തരം സംഭവിക്കും. അതായത് അതിനെ തകർക്കുവാൻ ഒരു ശത്രു രാജ്യത്തിൻ്റെ മിസൈൽ പാഞ്ഞു വന്നു എന്നിരിക്കട്ടെ. പക്ഷേ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയോജനത്തിൻ്റെ 10 ഇരട്ടിയായിരിക്കും നാശം. കാരണം അന്തരീക്ഷത്തിൽ വെച്ച് ആദ്യത്തെ മിസൈൽ പൊട്ടിത്തകരും. പക്ഷേ അതിൽ നിന്നും അമിത വേഗതയും ഇരട്ടി ശക്തിയുമുള്ള 5 മിസൈലുകൾ ജന്മം കൊള്ളുകയായി. അത് 5 ദിശയിലേക്ക് പായും.
ശത്രുവിൻ്റെ പ്രതിരോധ മിസൈലിന് തകർക്കാൻ കഴിയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിനെയായിരിക്കും. ലോകത്താരും ഇത്തരം ഒരു മിസൈൽ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഇത്തരം ഒരു മിസൈൽ കേന്ദ്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ വൻ ശക്തികൾ നേരിട്ട് വന്നാലും ഭാരതത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരം 2 മണിയാകുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നിനി ലബോറട്ടറിയുടെ സ്ഥാനം കണ്ടെത്തുക ശ്രമകരമായ ജോലിയാണ്. സുഖ്ദേവ് സിംഗ് പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീങ്ങുന്ന സ്ഥിതിക്ക് കേന്ദ്രവുമായി ഒന്നുകൂടി ആലോചിക്കണോ എന്നാണ് എൻ്റെ സംശയം. ഈ സമയം അങ്ങകലെ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി ഓഫീസിൽ ചീഫ് മിസ്റ്റർ ബർണാഡും റായുടെ ശക്തനായ പ്രതിചാര പ്രവർത്തകൻ കമാൻഡർ രഘുബീർ സിംഗും. റിവോൾവിംഗ് ചെയറിൽ പിന്നോട്ടാഞ്ഞിരുന്നു ബർണാഡ് ചുരുട്ട് കത്തിച്ചുകൊണ്ട് രഘുബീർ സിംഗിനെ നോക്കി. ഇന്ത്യയുടെ വേട്ടനായ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. CIക്ക് പോലും രഘുബീർ സിംഗിനെ ഭയമാണ്. രഹസ്യം ചോർത്താനും ആക്രമണം നടത്താനും രഘുബീർ സിംഗിനെ കീഴിലുള്ള പ്രത്യേക സ്ക്വാഡിൻ്റെ സാമർഥ്യം CIക്ക് പോലുമില്ല. 6 അടിയിലധികം ഉയരവും അതിന് തക്ക വണ്ണവുമുള്ള രഘുബീർ സിംഗ് അവിവാഹിതനാണ്. അയാളുടെ മാതാപിതാക്കൾ കാശ്മീരിൽ വെച്ച് പാക് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് രഘുബീർ സിംഗ് റായിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസം നേപ്പാൾ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ 50ഓളം തീവ്രവാദികളെ നിമിഷങ്ങൾക്കുള്ളിൽ രഘുബീർ സിംഗിൻ്റെ സ്ക്വാഡ് കരിച്ചു കളഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്തു ലോക്കപ്പിലാക്കിയാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എത്ര വർഷം കഴിഞ്ഞാലും വിധിയുണ്ടായി അവരെ ശിക്ഷിച്ചെന്ന് വരില്ല. അപ്പോഴേക്കും ഒന്നുകിൽ തീവ്രവാദികൾ ജയിലിൽ ചാടും, അല്ലെങ്കിൽ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് ഇവരുടെ മോചനം ആവശ്യപ്പെടാൻ ഇഷ്ടംപോലെ ഭീകരർ ഉണ്ടാവും. രഘുബീർ സിംഗ്. ബർണാഡിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അയാൾ തല ഉയർത്തി. നിങ്ങൾ കൊന്നൊടുക്കിയത് പാക് ഭീകരരെയാണെങ്കിലും ലോക മനുഷ്യാവകാശ സംഘടനകൾ ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത മുറവിളികളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. രഘുബീർ സിംഗ് മെല്ലെ ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഭീകരന്മാർ ഇന്ത്യയിലെ കുറേ പേരെ കൊന്നുകളഞ്ഞാലും മനുഷ്യാവകാശ സംഘടനക്കാർ മുറവിളി കൂട്ടുകയും അപലപിക്കുകയുമൊക്കെയേ ഉള്ളൂ. ആരോഗ്യ സംഘടനക്കാരെ ഓർത്തിരുന്നാൽ നമ്മുടെ ആരോഗ്യമാണ് നശിക്കുന്നത്. മുംബൈ ബോംബ് സ്ഫോടനത്തിൽ ആരോഗ്യ സംഘടനക്കാർക്ക് മരിച്ചവരെ തിരിച്ചു നൽകുവാൻ കഴിഞ്ഞോ ചീഫ്? ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ ഇവിടുത്തെ നിയമം തിരുത്തി എഴുതണമെന്ന ആഗ്രഹക്കാരനാണ് ഞാനും. നമ്മുടെ പ്രധാനമന്ത്രിയെ വരെ വധിച്ച എത്രയോ ആൾക്കാർ ഇപ്പോഴും ഇരുമ്പഴിക്കുള്ളിൽ എന്ന പേരിൽ ജയിലിൽ സുഖവാസം അനുഷ്ഠിക്കുന്നു. ബട്ട് ഇതിനൊക്കെ പറ്റിയ മരുന്ന് നിങ്ങൾ കാട്ടുന്നത് തന്നെയാണ്. എനിക്കും അതിനോടാണ് യോജിപ്പ്. ബർണാഡ് കഷ്ണിത്തലയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങളെ വിളിച്ചത് മറ്റൊരു പ്രധാന കാര്യം പറയാനാണ്. ക്രൂസോ ദ്വീപിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ. അവിടെ ഒരു മിസൈൽ കേന്ദ്രവും ലബോറട്ടറിയും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ. പോയിട്ടുള്ളവരുടെ എല്ലാം കഴിഞ്ഞ 10 വർഷങ്ങളിലെ ബയോഡാറ്റ പരിശോധിച്ചതിന് ശേഷമാണ് ലിസ്റ്റ് തയ്യാറാക്കിയതും. എന്നാൽ അവരിൽ ആർക്കോ ഒരാൾക്ക് വിദേശ ചാരസംഘടനയുമായി ബന്ധമുണ്ടെന്ന് ഇൻ്റർപോളിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു മെസ്സേജ് ചോർത്തിയതിൽ നിന്നുമാണത്. പക്ഷേ ചാരൻ ആരെന്നുള്ളതിന് യാതൊരു സൂചനയുമില്ല. ഒരു പക്ഷേ അവരുടെ ഒപ്പമുള്ള കൂലികളിൽ ആരെങ്കിലും ആകാം. അതല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റോ കമാൻഡോയോ ആകാം. ഏതായാലും പോയവർക്കിടയിൽ അശാന്തിയുടെ നിമിഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. ചാരൻ ആരായാലും അവനെ ഉടനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചീഫ് ഒരു ഫയൽ മുന്നോട്ട് നീക്കിവെച്ചു. പോയിട്ടുള്ള എല്ലാവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനുള്ളിലുണ്ട്. 2 ദിവസങ്ങൾക്കുള്ളിൽ രഘുബീർ അവിടേക്ക് പോകണം. ഒറ്റയ്ക്ക് മതി. അധികമാരും അറിയാതിരിക്കുവാനാണ് ഈ പരിപാടി. അവിടെ എത്തി അവരോടൊപ്പം കൂടണം. അവരുടെ സുരക്ഷയ്ക്കായി എത്തിയ ആളാണെന്നേ അവർ കരുതൂ. അങ്ങനെയേ അവർക്ക് ഞാൻ മെസ്സേജ് നൽകുകയുള്ളൂ. പ്രത്യേകമായി ഒരു വിമാനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. താങ്ക് യു സാർ. രഘുബീർ സിംഗ് എണീറ്റു സല്യൂട്ട് നൽകി. പിന്നെ ഫയലെടുത്തു. ഓക്കെ. അയാൾ പുറത്തേക്ക് നടന്നു. തറനിരപ്പിൽ നിന്നും ഏതാണ്ട് 200 അടി താഴെയായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്ന രഹസ്യ റൂം. കമാൻഡർ രഘുബീർ സിംഗ് ലിഫ്റ്റിൽ കയറി മുകളിലത്തെ ഹാളിലെത്തി. അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ ഭവ്യത ഭാവിച്ചു. മുന്നിലെ വാതിൽ തനിയെ തുറക്കപ്പെട്ടു. അയാൾ പുറത്തു കടന്നയുടനെ തനിയെ അടയുകയും ചെയ്തു. ഒരേപോലെയുള്ള 3 ജീപ്പുകൾ പാഞ്ഞു വന്നു നിന്നു. രഘുബീർ സിംഗ് അവയിൽ ഒന്നിൽ കയറി. മറ്റു 2 ജീപ്പുകളിലും അയാളെപ്പോലെ വസ്ത്രധാരണം ചെയ്ത ആൾക്കാർ ഉണ്ടായിരുന്നു. പൊടുന്നനെ അവർ പുറത്തിറങ്ങി. രഘുബീർ സിംഗും ഓരോരുത്തരും പരസ്പരം വാഹനങ്ങളിൽ മാറിക്കയറി. 1-2 തവണ രഘുബീർ സിംഗ് ഏത് വാഹനത്തിലാണ് കയറിയത് ആർക്കും മനസ്സിലായില്ല. ജീപ്പുകൾ 3 മുന്നോട്ട് നീങ്ങി. മുന്നിലെ പട്ടണത്തിൽ 3 വഴിക്ക് അവ തിരിഞ്ഞു. തിരക്കേറിയ വീതിയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു രഘുബീർ സിംഗ് കയറിയ ജീപ്പ്. തൊട്ടു പിന്നാലെ അതിവേഗം ഒരു ട്രക്കും പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. റിയർ മിററിലൂടെ രഘുബീർ സിംഗ് നോക്കി. പൊടുന്നനെ ട്രക്കിൻ്റെ മുന്നിലെ ഗ്ലാസ് മുകളിലേക്ക് ഉയർന്നു വന്നു. അതുവഴി ഒരു യന്ത്രത്തോക്കിൻ്റെ ബാരൽ പുറത്തേക്ക് നീണ്ടു. രഘുബീർ സിംഗ് ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകും മുമ്പ് വെടിപ്പൊട്ടി കഴിഞ്ഞിരുന്നു. അയാൾ പെട്ടെന്ന് സീറ്റിനടിയിലേക്ക് ചാഞ്ഞു. വെടിയേറ്റ് ജീപ്പിൻ്റെ ടാർപ്പാളിൻ കിഴിഞ്ഞു. ഡ്രൈവറുടെ നിലവിളി രഘുബീർ സിംഗ് കേട്ടു. ലക്ഷ്യം തെറ്റിയ ജീപ്പ് ഓരത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്നിടിച്ച് ഒരു വശം മറിഞ്ഞു. ട്രക്ക് അതിനെ ഇടിച്ചു തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി. ഹോസ്പിറ്റൽ. കമാൻഡർ രഘുബീർ സിംഗ് കണ്ണു തുറക്കുമ്പോൾ ചീഫ് ബർണാഡ് തൊട്ടരികിൽ തന്നെയുണ്ടായിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ രഘുബീർ സിംഗിന് ഏതാനും നിമിഷങ്ങൾ വേണ്ടിവന്നു.
ആ മനസ്സിൽ ട്രക്കും യന്ത്രത്തോക്കുമൊക്കെ തെളിഞ്ഞു. ജീപ്പ് മറിഞ്ഞതും ട്രക്ക് അതിനെ ഇടിച്ചു നിരക്കിക്കൊണ്ട് പോയതും വരെ ഓർമ്മയുണ്ട്. പിന്നീട് എന്തുണ്ടായി? ചീഫ് ഉത്കണ്ഠാകുലനായിരുന്നു. ഒരു കേസ് ഫയൽ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ശത്രു ആക്രമിക്കുക എന്ന് വെച്ചാൽ അവർ എല്ലാ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അർത്ഥം. മാത്രമല്ല, എങ്ങനെയും ഈ നീക്കത്തെ ഇല്ലാതെയാക്കുവാൻ അവർ വ്യഗ്രത കാട്ടുന്നു എന്നും അനുമാനിക്കാം. രഘുബീർ സിംഗ് ചീഫിനെ നോക്കി ചിരിച്ചു. ആയുസിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ആ ജീപ്പ് കിടക്കുന്നത് കണ്ടാൽ അതിൽ നിന്നും ജീവനോടെ ഒരാൾ പുറത്തു പോകുന്നുവെന്ന് ആരും വിശ്വസിക്കില്ല. രക്ഷപ്പെട്ടു എന്നുള്ളത് എനിക്കും അത്ഭുതമായി തോന്നുന്നു ചീഫ്, അയാൾ സത്യം തുറന്നു പറഞ്ഞു. അതോടൊപ്പം മറ്റൊന്നുകൂടി മനസ്സിലായി. ഞാൻ അവിടെ എത്തരുത് എന്നവർ ആഗ്രഹിക്കുന്നു. അതെ അതെ, ചീഫ് സമ്മതിച്ചു. പക്ഷേ അപ്പോൾ ന്യായമായ മറ്റൊരു സംശയം തോന്നാം. എന്താണത്? അവിടേക്ക് പോയിരിക്കുന്ന സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള ചാരനെ കൊണ്ട് വിവരങ്ങൾ ശേഖരിപ്പിക്കുക മാത്രമായിരിക്കില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ഒന്നുകിൽ അവിടെ അങ്ങനെയൊരു കേന്ദ്രം ഉണ്ടാക്കാതെ നമ്മുടെ ആൾക്കാരെ തിരിച്ചയക്കുക, അതല്ലെങ്കിൽ എല്ലാം ശരിയായി കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരെ നശിപ്പിക്കുക. പിന്നീട് അവിടേക്ക് ആരും ആക്രമണം അഴിച്ചുവിടാതിരിക്കുവാൻ നമ്മുടെ മിസൈൽ കൊണ്ട് തന്നെ അവർക്ക് സാധിക്കും. ചീഫ് തലകുലുക്കി. പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചിട്ടെന്ന പോലെ രഘുബീർ സിംഗ് തിരക്കി. ആ ഫയൽ? അത് സുരക്ഷിതമാണ്. രഘുബീർ സിംഗ് എണീറ്റിരുന്നു. ശരീരത്ത് അവിടെവിടെയായി വേദനയുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. ചോദിക്കാൻ വിട്ടുപോയി. ഡ്രൈവർ? വൈദ്യുതി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി, ചീഫ് സ്വരം താഴ്ത്തി പറഞ്ഞു. അയാളുടെ വസതിയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. രഘുബീർ സിംഗ് അവന് വല്ലായ്മ തോന്നി. മിടുക്കനായിരുന്നു അയാൾ. തന്നോടൊപ്പം കഴിഞ്ഞ 3 വർഷങ്ങളായി ജോലി നോക്കുന്നു. കണ്ടാൽ ഒരു പാവത്താനെ പോലെ ഇരിക്കുമെങ്കിലും വാഹനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു അമാനുഷ്യനായിരുന്നു. എനിക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. സാബ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും. 2 ദിവസമെങ്കിലും വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടം സുരക്ഷിതമാണ് താനും. പുറത്ത് പോലീസ് കാവലുണ്ട്. അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അവർ പുറത്തുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ശ്രദ്ധയില്ലാതിരിക്കും. അവരെ കബളിപ്പിച്ച് അപകടം ഓടിയെത്തുകയും ചെയ്യും. അയാൾ ചിരിച്ചു. എങ്കിലിനി രഘുബീറിൻ്റെ ഇഷ്ടം. അപ്പോൾ തന്നെ അയാളെ ഡിസ്ചാർജ് ചെയ്യുവാൻ ബർണാഡ് വേണ്ടത് ചെയ്തു. നേരം സന്ധ്യ മയങ്ങുകയായിരുന്നു. ചീഫിനോടൊപ്പം അയാൾ പുറത്തു വന്നു. അവിടെ നിന്നും വെടിയുണ്ടകൾ ഏൽക്കാതെ കാറിൽ കയറി. ചില കണ്ണുകൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. വോക്കിറ്റോക്കിയുടെ മെസ്സേജുകൾ എവിടേക്കോ പാഞ്ഞു. ക്രൂസോ ദ്വീപിൽ ഒരു സന്ധ്യ കൂടി കനത്തു വന്നു. മഞ്ഞിൻ്റെ നേർത്ത വെളുപ്പ് മാത്രം കാണാം. കൂടാരത്തിൽ ഗ്യാസ് ലൈറ്റ് തെളിഞ്ഞു. ഹേമാംബികയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അലക്സാണ്ടർ മൈമോൺ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി അങ്ങനെ കഴിഞ്ഞു. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു ആർക്കും തന്നെ. ഇനി തങ്ങളിൽ ആരെയാണ് മരണം തേടിയെത്തുന്നത് എന്നത് മാത്രം ഓരോരുത്തരും ചിന്തിച്ചു. റൊണാൾഡോ ഒരു ചുരുട്ട് പുകച്ചുകൊണ്ട് പുറത്തെ മഞ്ഞിൽ ഒരു കസാരയെടുത്തിട്ട് അതിൽ കുത്തിയിരിക്കുകയാണ്. എന്തോ ഗാഢമായ ആലോചനയിലായിരുന്നു അയാൾ. നിക്കോളാസ് ആണെങ്കിൽ അന്നു കണ്ട ആ ഹിമക്കരടിയെ തന്നെ ഓർത്ത് കിടങ്ങി. മുറിവേറ്റുപോയ അത് കൂടുതൽ വൈരാഗ്യത്തോടെ തിരിക്കുക എന്നാലോ? മാർട്ടിൻ പെരേരയും ഗ്ലാഡിസും കൂടാരത്തിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു. മരിയ ചൗധരി ഒരു ഇംഗ്ലീഷ് നോവൽ വായിച്ചുകൊണ്ട് കിടക്കയിൽ ചരിഞ്ഞു കിടക്കുന്നു. വലതുകാൽ അല്പം ഉയർത്തി വെച്ചിരിക്കുന്നത് കാരണം അവളുടെ ചുവന്നു കൊഴുത്ത തുടകളുടെ 3/4 ഭാഗവും കാണാം. തൊഴിലാളികളിൽ ചിലർ ചൂട് പിടിച്ച രക്തവുമായി അതിൽ തന്നെ നോക്കിയിരിക്കുന്നു. സുഖ്ദേവ് സിംഗ് വോക്കി ടോക്കി വഴി കപ്പലിലുള്ളവരുമായി സംസാരിച്ചു. കേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും മെസ്സേജ് കിട്ടിയാൽ അത് ഇവിടേക്ക് കണക്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. നീനാദാസ് ഒളിക്കണ്ണാലെ സുഖ്ദേവ് സിംഗിനെ നോക്കി. അവളുടെ മാറിടങ്ങൾക്ക് വല്ലാത്തൊരു തരം തരിപ്പ് തോന്നി. ശരീരത്തിന് ആകെയൊരു ഉണർവ്. പുറത്തെ ഇരുളിലിരിക്കുന്ന റൊണാൾഡിൻ്റെ അരികിൽ ഓടിയെത്തുവാനും ആ ബലിഷ്ഠമായ കരങ്ങളിൽ ഞെരിഞ്ഞമരാനും അവളുടെ ഉള്ളം തുടികൊട്ടി. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. അന്നത്തെ അവരുടെ അത്താഴം ചപ്പാത്തിയും ഉണക്കമാംസം പൊരിച്ചതും ഉരുളക്കിഴങ്ങ് വേവിച്ചതുമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ അവയോടൊപ്പം മദ്യം വിളമ്പി. കമാൻഡോ കാവൽ നിൽക്കാൻ ഭാവിച്ചപ്പോൾ റൊണാൾഡ് പറഞ്ഞു, വേണ്ട, എന്തിനീ കാവൽ? അതുകൊണ്ടൊന്നും ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ആയുധങ്ങൾ തലയിണയ്ക്കിടയിൽ വച്ചാൽ മതിയല്ലോ. ആ അഭിപ്രായത്തോടായിരുന്നു മറ്റുള്ളവർക്കും യോജിപ്പ്. എന്നാൽ കമാൻഡോകൾ എതിർത്തു. കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയല്ല. അതെങ്ങനെയായാലും സാരമില്ല. നിങ്ങൾ കാവൽ നിന്നാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും, നീന പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ കാവൽ ഒന്നൊഴിവായി കിട്ടിയാൽ മതിയെന്നായിരുന്നു അവൾക്കും. അവസാനം കമാൻഡോയ്ക്ക് അനുസരിക്കേണ്ടി വന്നു. കൂടാരത്തിലെ ലൈറ്റ് അണഞ്ഞു. ഇടയ്ക്കിടെ ഏതോ പക്ഷികളുടെ ശബ്ദം മാത്രം നിശബ്ദതയിൽ ഉയർന്നുകൊണ്ടിരുന്നു. അലക്സാണ്ടർ മൈമോൺ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. ഹേമാംബികയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാതെ എങ്ങനെ ഉറങ്ങും? അവൾ തൻ്റെ അസിസ്റ്റൻ്റ് മാത്രമായിരുന്നില്ല, എല്ലാമായിരുന്നു. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാളും അന്ന് അവരോടൊപ്പം തന്നെ ആ കൂടാരത്തിലാണ് കഴിഞ്ഞത്. പുറത്ത് മഞ്ഞിൽ ഒരു ശബ്ദം കേട്ടോ? അലക്സാണ്ടർ മൈമോൺ കാതു കൂർപ്പിച്ചു. ഉണ്ട്, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരോ കൂടാരത്തിന് ചുറ്റും നടക്കുന്നത് പോലെ. അയാളുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചു. ഇടയ്ക്ക് നടത്തം നിലച്ചു. ശക്തിയിൽ ശ്വാസം കഴിക്കുന്നത് പോലെയോ കിതയ്ക്കുന്നത് പോലെയോ ഉള്ള ശബ്ദം. അയാൾക്ക് മറ്റുള്ളവരെ വിളിക്കണമെന്ന് തോന്നി. കഴിയുന്നില്ല. നാവ് ബന്ധിക്കപ്പെട്ടതുപോലെ. എണീറ്റ് തോക്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതിനും കഴിയുന്നില്ല. ശരീരത്തിൻ്റെ ചലന സ്വാതന്ത്ര്യം നഷ്ടമായിരിക്കുന്നു. വീണ്ടും കൂടാരത്തിന് ചുറ്റും ആരോ നടക്കുന്ന ശബ്ദം. കൂടാരം മാന്തി പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ടാർപിൻ
പാളി കുലുങ്ങി. മഞ്ഞുകണങ്ങൾ തറയിൽ അടർന്നു വീഴുന്നു. ആ സർവശക്തിയും സംഭരിച്ച് ഒറ്റ അലർച്ചയായിരുന്നു അലക്സാണ്ടർ മൈമോൺ. കൂടാരത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഞെട്ടിയുണർന്നു. ആരാണ് അലറിയതെന്ന് വ്യക്തമായില്ല. ഗ്യാസ് ലൈറ്റ് തെളിഞ്ഞു. അലക്സാണ്ടറുടെ പേടിച്ചരണ്ട മുഖം മറ്റുള്ളവർ കണ്ടു. എന്ത് പറ്റി അലക്സാണ്ടർ? എല്ലാവരും ഉദ്വേഗത്തോടെ തിരക്കി. മറുപടി പറയാതെ അയാൾ പുറത്തേക്ക് കൈ ചൂണ്ടി. പെട്ടെന്ന് ആരോ ഓടിപ്പോകുന്ന ശബ്ദം. റാം റൊണാൾഡോ വേഗം തോക്കും ടോർച്ചുമെടുത്ത് പുറത്തേക്ക് കുതിച്ചു. പിന്നാലെ കമാൻഡോകളും. ടോർച്ചിന്റെ വെളിച്ചം മഞ്ഞിൽ തുളഞ്ഞിറങ്ങി. അകന്നുപോകുന്ന ഇരുണ്ട രൂപം. ഹിമക്കരടി. റാം റൊണാൾഡ് ഞൊടിയിടയിൽ നിറയൊഴിച്ചു. ടേ! ഇരുളിന്റെ നിശബ്ദതയിൽ ആ ശബ്ദം ഭീകരമായി പ്രതിധ്വനിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ ഭയങ്കരൻ മഞ്ഞിൽ ലയിച്ചു ചേരുന്നതുപോലെ അപ്രത്യക്ഷമായിരുന്നു. കൂടാരത്തിൽ നിന്നും എല്ലാവരും അവിടെ എത്തി. എന്തായിരുന്നു അത്? നിക്കോളാസ് ചോദിച്ചു. അവൻ തന്നെ, ആ ഹിമക്കരടി, റാം റൊണാൾഡ് പറഞ്ഞു. ഇത്തവണയും അവൻ രക്ഷപ്പെട്ടു. അവർ തിരികെ കൂടാരത്തിലെത്തി. എല്ലാവരും കിടക്കയിൽ വീണു. പെട്ടെന്ന് നീനാദാസ് ചോദിച്ചു, ഡോക്ടർ സുഖ്ദേവ് സാബയുടെ? ഏവരും ഞെട്ടിത്തിരിഞ്ഞു. പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹവും ഉണ്ടായിരുന്നല്ലോ. അപകടം. അവർക്ക് അപകടത്തിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടു. തങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ പിന്നിൽ നിന്നും ഡോക്ടറെ അപകടം പിടികൂടിയോ? ഉടൻ തിരയണം, റാം പറഞ്ഞു. അല്ലെങ്കിൽ കുഴപ്പമാകും. അദ്ദേഹം അധികമൊന്നും അകലെ പോയിരിക്കാനിടയില്ല. അയാൾ തൊപ്പി വച്ചു. ഒരു ഹാഫ് ബോട്ടിൽ റം എടുത്ത് അടപ്പ് കടിച്ചു തുറന്ന് വായിലേക്ക് കമഴ്ത്തി. വെള്ളം പോലും ചേർക്കാതെ അതിൽ പകുതിയോളം അകത്താക്കിയിട്ട് ഗ്ലൗസ് അണിഞ്ഞ കൈകൊണ്ട് ചുണ്ടു തുറച്ചു. മറ്റുള്ളവർ അമ്പരപ്പോടെ അയാളെ നോക്കിയിരിക്കുകയാണ്. കാണെ അയാളുടെ കണ്ണുകൾ ചുവന്നു വന്നു. റാം റൊണാൾഡ് റിവോൾവറിൽ ബുള്ളറ്റുകൾ നിറച്ച് രോമക്കുപ്പായത്തിനുള്ളിൽ തിരുകി. ഇരട്ടക്കുഴൽ തോക്കെടുത്ത് തോളിൽ വെച്ചു. ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തു. പിന്നെ പുറത്തേക്കിറങ്ങി. അയാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് തിരയാൻ പോകാതിരിക്കാനും കഴിയുന്നില്ല. അവരും വേഗം തയ്യാറായി. ഞാനും വരുന്നു. നീന തൊപ്പിയും കയ്യുറകളും ഗംബൂട്ട്സും ധരിച്ച് റൊണാൾഡിൻ്റെ പിന്നാലെ നീങ്ങി. മറ്റുള്ളവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി തോന്നി. അതിനാൽ അവർ ഒന്നിച്ചാണ് യാത്രയായത്. ഒരാൾ മാത്രം കൂടാരത്തിന് കാവൽ നിന്നു. ഗ്ലാഡിസ് മാർട്ടിൻ പെരേരയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. മരിയ ചൗധരിക്ക് അത്രയും ഭീതി തോന്നിയില്ല. ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ മേശയിൽ നിവർത്തി വച്ചിരുന്ന ഫയലിലേക്ക് കണ്ണുകൾ നട്ട് ശ്രദ്ധയോടെ ഇരിക്കുകയായിരുന്നു കമാൻഡർ രഘുബീർ സിംഗ്. അയാളും പരിചാരകനും മാത്രമേ ആ ഫ്ലാറ്റിൽ താമസമുള്ളൂ. ഫയലിലെ ഓരോ പേരും അവരുടെ ബയോഡാറ്റയും ശ്രദ്ധയോടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. ഇടയ്ക്ക് ഫ്ലാസ്കിൽ നിന്നും കടും ചായ പകർന്നു. ഒരിറക്ക് കുടിച്ചു. ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ലൈറ്ററിൻ്റെ നാളത്തിൽ തീ കൊളുത്തി. 4-5 കവിൾ പുക പുറത്തേക്ക് ഊതിപ്പറത്തിക്കൊണ്ട് ചിന്താധീനനായി. 12 മണി കഴിഞ്ഞു. വേലക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ക്രൂസോ ദ്വീപിലേക്ക് പോയിട്ടുള്ള ആരെയും കുറിച്ച് സംശയമൊന്നും പ്രഥമദൃഷ്ട്യാ തോന്നിയില്ല. എന്നിരുന്നാലും ഒരു തവണ കൂടി വായിക്കണമെന്ന് തീരുമാനിച്ചു. ഉറക്കം കൺപോളകളെ തഴുകി. ബെഡിൽ കിടന്നിട്ട് റിമോട്ട് കൺട്രോൾ എടുത്ത് സ്വിച്ച് അമർത്തിയപ്പോൾ ടേബിൾ ലാമ്പ് അണഞ്ഞു. ഇരുനില കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ തെക്കുഭാഗത്തുള്ള മുറിയായിരുന്നു അയാളുടേത്. താഴെ ഗാർഡനിലെ വെളിച്ചം ചില്ലിട്ട ജനാലിലേക്ക് പാളി വീഴുന്നുണ്ട്. രഘുബീർ സിംഗിൻ്റെ കണ്ണുകൾ അടഞ്ഞു. എത്ര നേരം കഴിഞ്ഞുവെന്നറിയില്ല. പെട്ടെന്ന് കെട്ടിടത്തിലെ ലൈറ്റുകൾ അണഞ്ഞു. ആ കെട്ടിടത്തിനുള്ളിൽ നടുക്കം കൊള്ളിക്കുന്ന ഒരു അലർച്ച കേട്ടു. രഘുബീർ സിംഗ് ഞെട്ടി ഉണർന്നു. റിമോട്ട് കൺട്രോൾ എടുത്ത് സ്വിച്ച് അമർത്തി. ലൈറ്റ് കത്തിയില്ല. വേഗം എമർജൻസി ലാമ്പ് എടുത്ത് തെളിച്ചു. തൻ്റെ ബ്രിത്തിൻ്റെ അലർച്ചയാണോ കേട്ടതെന്ന് അയാൾക്ക് സംശയം. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന വണ്ണം അയാൾ എമർജൻസി ലാമ്പ് ഓഫ് ചെയ്തു. അനന്തരം ടോർച്ചും റിവോൾവറും എടുത്തുകൊണ്ട് വാതിൽ കടന്നു. സ്റ്റെയർ കേസിൽ ആരുടെയോ കാൽപെരുമാറ്റം. അയാൾ ലൈറ്റ് തെളിക്കാതെ നീങ്ങി. ലൈറ്റ് തെളിച്ചാൽ ആ നിമിഷം ഒരു വെടിയുണ്ട ചീറി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. തൻ്റെ മുറി ലക്ഷ്യമാക്കിയാണ് ആ വരവെന്ന് അയാൾക്കുറപ്പായി. രഘുബീർ സിംഗ് കറങ്ങിത്തിരിഞ്ഞ് ഒറ്റയടി. ഇരുളിൽ വെടിയൊച്ചയും നിലവിളിയും കേട്ടു. ഇരുളിലൂടെ ലക്ഷ്യം തെറ്റി ചീറിയ വെടിയുണ്ട ഭിത്തിയിൽ എന്തോ തകർത്തു കളഞ്ഞു. അത് തറയിൽ വീണു ചിതറിയതിൻ്റെ വലിയ ഒച്ച ഉയർന്നു. ക്ഷണനേരത്തിനുള്ളിൽ കമാൻഡർ രഘുബീർ സിംഗ് ടോർച്ച് തെളിക്കുകയും ശത്രുവിൻ്റെ മേൽ റിവോൾവർ അമർത്തുകയും ചെയ്തു. ഡോണ്ട് മൂവ്. മരണത്തിൻ്റെ ശബ്ദമാണതെന്ന് അജ്ഞാതൻ തിരിച്ചറിഞ്ഞിരിക്കണം. അയാൾ നിശ്ചലനായി. അയാളുടെ തോക്ക് തറയിൽ കിടപ്പുണ്ടായിരുന്നു. നടക്ക്. രഘുബീർ സിംഗ് ശ്രദ്ധയോടെ അയാൾ മുന്നോട്ട് നടത്തി. പക്ഷേ ഞൊടിയിടയിൽ അയാൾ താഴേക്ക് കുനിയുകയും റിവോൾവർ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. രഘുബീർ സിംഗ് അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ക്ഷണം മുഖമടിച്ച് ഒരടിയേറ്റ് കമാൻഡർ പിന്നോട്ട് വേച്ചുപോയി. ടോർച്ച് അണഞ്ഞു. ഇരുളിലൂടെ ശത്രു ഓടിപ്പോയി. ഇനി അയാളെ പിന്തുടർന്നിട്ട് കാര്യമില്ലെന്ന് രഘുബീർ സിംഗിന് അറിയാമായിരുന്നു. പുറത്ത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. രഘുബീർ സിംഗ് എണീറ്റു. കയ്യിൽ കിട്ടിയ ഇര നഷ്ടമായതിൽ കുറച്ചൊന്നുമല്ലായിരുന്നു അയാൾക്ക് കുണ്ഠിതം. തറയിൽ നിന്നും ടോർച്ചും റിവോൾവറും അജ്ഞാതൻ്റെ തോക്കും എടുത്തുകൊണ്ട് അയാൾ മെയിൻ സ്വിച്ചിനരികിലെത്തി. അത് ഓഫ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഓൺ ചെയ്തിട്ട് വേഗം വേലക്കാരൻ്റെ മുറിയിലേക്ക് പോയി. അയാൾക്ക് അകത്തേക്ക് കടക്കേണ്ടി വന്നില്ല. വാതിൽക്ക് തന്നെ ഉണ്ടായിരുന്നു വേലക്കാരൻ. തറയിൽ മലർന്നു കിടക്കുകയായിരുന്നു എന്ന് മാത്രം. കണ്ണുകൾ തുറച്ച് പല്ലുകൾ കോർത്ത് നെഞ്ചിൽ വെടിയുണ്ടമേറ്റ്. അക്രമികൾ 2 പേർ ഉണ്ടായിരുന്നുവെന്ന് തോന്നി. കാരണം ഇയാളെ അവർ വെടിവെച്ച ശബ്ദം കേട്ടില്ല. സൈലൻസർ ഘടിപ്പിച്ച റിവോൾവർ ആയിരുന്നിരിക്കണം. എന്നാൽ തന്നെ ആക്രമിച്ചതിൻ്റെ കൈവശം അത്തരം തോക്ക് അല്ലായിരുന്നു. ക്രൂസോ ദ്വീപിൽ കൊടുങ്കാറ്റ് ആരവം.
തെക്കു പടിഞ്ഞാറ് നിന്നും ചീറി വന്ന ശക്തമായ കടൽക്കാറ്റ് ദ്വീപിലേക്കും ആഞ്ഞടിക്കുകയായിരുന്നു. ബർച്ച് മരങ്ങളെ ആട്ടിയുലച്ച് മഞ്ഞുകണങ്ങൾ കല്ലുകൾ വാരിയെറിയുന്നതുപോലെ ചിതറി വീണു. ഡോക്ടർ സുഖ്ദേവ് സിംഗിനെ തേടിപ്പോയ സംഘം യാതൊന്നും കാണാനാവാതെ ദിക്കുപോലും അറിയാതെ നട്ടം തിരിയുകയായിരുന്നു. ഇപ്പോൾ തിരിച്ചു നടന്നാലും തങ്ങൾ കൂടാരത്തിൽ തിരികെ എത്തുകയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതിനാൽ നേരം പുലരുന്നതുവരെ അന്വേഷണം തുടരുവാനായിരുന്നു തീരുമാനം. മാർട്ടിൻ പെരേര ഗ്ലാഡിസിന്റെ അരയിൽ കൈച്ചുറ്റി. അവൾ വല്ലാതെ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബർച്ച് മരങ്ങൾ കാറ്റത്തൊലഞ്ഞ് കടപുഴകി വീഴുമെന്ന് അവർക്ക് തോന്നി. അലക്സാണ്ടർ മൈമോൺ തൊപ്പി ഒന്നുകൂടി താഴ്ത്തിവെച്ചു. ഒരിക്കൽ പോലും ഈ രാത്രിയിൽ ഇറങ്ങിത്തിരിക്കേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ച നിമിഷങ്ങളായിരുന്നു അതെങ്കിലും. ഈ യാത്രക്കിടയിൽ ഒരുപക്ഷെ ഹേമാംബികയെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലോ എന്നുള്ള പ്രത്യാശയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ആ സംഘം ടോർച്ചുകളുടെയും ഹെഡ്ലൈറ്റുകളുടെയും വെളിച്ചത്തിൽ അങ്ങനെ നീങ്ങുമ്പോൾ മറ്റൊരിടത്ത് ഡോക്ടർ റൊണാൾഡും നീനാദാസും കുന്നിൻ ചെരുവിലെത്തിയിരുന്നു. നീന ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. എത്ര കിലോമീറ്റർ നടന്നുവെന്ന് അവൾക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും റാം റൊണാൾഡ് കൂടെയുള്ളത് മാത്രമാണ് അവൾക്കൊരു ആശ്വാസം. അയാളുടെ ചുണ്ടിലിരുന്ന് ഒരു ചുരുട്ട് എരിയുന്നുണ്ട്. ഹെഡ്ലൈറ്റിലെ വെളിച്ചം കടുത്ത മോഡൽ മഞ്ഞിൽ 50 അടി പോലും മുന്നോട്ട് പോകുന്നില്ല. റാം, അവൾ പതിയെ വിളിച്ചു. ഞാൻ നടന്നു ക്ഷീണിച്ചു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. എവിടെ ഇരിക്കാൻ? ഇവിടെ ഇരിക്കാമെങ്കിൽ നേരം പുലരുമ്പോഴേക്കും നമ്മുടെ കഴുത്തോളം ഉയരത്തിൽ മഞ്ഞു വീണിരിക്കും. അവൾ അതൊന്ന് സങ്കല്പിച്ചു നോക്കി. ശരീരം മുഴുവൻ മഞ്ഞിനടിയിൽ, ശിരസ് മാത്രം പുറത്ത്. ഹോ, ഇപ്പോഴേ അസ്ഥികൾ മരവിക്കുന്നു. അവൾ ഒന്നുകൂടി അയാളോട് ചേർന്ന് നടന്നു. ഏതാണ്ട് 100 മീറ്റർ കൂടി സഞ്ചരിച്ചു കാണും. പെട്ടെന്ന് നീനയുടെ കയ്യിൽ ഇരുന്ന ടോർച്ച് അവിടെ പതിഞ്ഞു. കുന്നിൽ ഒരു ചെറിയ ഗുഹ. അത് കണ്ടോ? നമുക്ക് അവിടെ കയറിയിരിക്കാം, അവൾ കൈ ചൂണ്ടി. റാം റൊണാൾഡും അവിടേക്ക് നോക്കി. ഗുഹയ്ക്കുള്ളിൽ മഞ്ഞില്ല, പാറക്കല്ലുകളും മറ്റും നിരന്നു കിടക്കുന്നു. ഇത്തരം ഗുഹകൾ ഈ കുന്നിൻ ചരിവിൽ ധാരാളമായി കാണാം, അയാൾ പറഞ്ഞു. നമുക്ക് കുറെ കൂടി മുന്നോട്ട് പോകാം. വേണ്ട റാം, സുഖ്ദേവ് സാബിനെ തിരയണ്ടേ? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ഹെഡ്ലൈറ്റിലെ വെളിച്ചം അവളുടെ മുഖത്ത് ശക്തിയിൽ പതിഞ്ഞു. ഈ രാത്രിയിൽ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണ്? അദ്ദേഹം അങ്ങ് എത്തിക്കൊള്ളും. എങ്കിൽ വരൂ. ഇരുവരും ഗുഹയിൽ പ്രവേശിച്ചു. ഉദ്ദേശം 10 മീറ്ററോളം നീളമുണ്ടായിരുന്നു ഗുഹയ്ക്ക്. ഏതാണ്ട് 2 മീറ്ററോളം വീതിയും അത്രയോളം തന്നെ ഉയരവും. ബർച്ച് മരത്തിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങളും കരിയിലകളുമൊക്കെ അതിനുള്ളിൽ ധാരാളം ഉണ്ടായിരുന്നു. നീന അവ പെറുക്കി കൂട്ടുവാൻ തുടങ്ങി. കുറേയേറെ കൂട്ടിക്കഴിഞ്ഞിട്ടും പിന്നെയും ധാരാളം കമ്പുകൾ കിടപ്പുണ്ടായിരുന്നു. റാം റൊണാൾഡ് ലൈറ്റർ തെളിച്ച് കരിയിലകൾക്ക് തീ കൊളുത്താൻ ശ്രമിച്ചു. തണുത്തിരുന്നതിനാൽ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. അവസാനം ചീറ്റിലോടും പൊട്ടലോടും കൂടി അത് കത്തുവാൻ തുടങ്ങി. ക്രമേണ ശിഖരങ്ങൾക്ക് തീ പിടിച്ചു. ഗുഹയ്ക്കുള്ളിൽ പ്രകാശം പരന്നു. റൊണാൾഡ് തൻ്റെ തൊപ്പിയൂരി അതിലെ മഞ്ഞു തട്ടിക്കളഞ്ഞിട്ട് തീക്കരികിൽ കുത്തിയിരുന്നു കൊണ്ട് ഗ്ലൗസും അഴിച്ചു മാറ്റി. വല്ലാത്തൊരു സുഖമായിരുന്നു ആ ഇരിപ്പിന്. ചൂടിനു വേണ്ടി ശരീരം ദാഹിക്കുകയായിരുന്നു. ബർച്ച് മരത്തിൻ്റെ ശിഖരങ്ങൾ തീക്കനലുകളായി വെട്ടിത്തിളങ്ങി. നീന കുറേ ശിഖരങ്ങൾ കൂടി എടുത്ത് തീയിലിട്ടു. അവയും പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തിയെരിയുവാൻ തുടങ്ങി. റാം റൊണാൾഡ് വാച്ച് നോക്കി. സമയം 3:15. നേരം പുലരുന്നതുവരെ ഈ തീ നിൽക്കും. നീനയും തീക്കരികിലിരുന്നു. ഗുഹയിലെ അന്തരീക്ഷത്തിന് ചൂട് കൂടുകയാണ്. നേരത്തെ കുടിച്ചതിൻ്റെ ബാക്കിയിരുന്ന റം തൻ്റെ കോട്ടിൻ്റെ കീശയിൽ നിന്നും റാം റൊണാൾഡ് പുറത്തെടുത്തു. 2 കവിൾ വായിലേക്ക് ഒഴിച്ചിട്ട് നീനയെ നോക്കി. നിനക്ക് വേണോ? അവൾ വായി തുറന്നു. അയാൾ ഒഴിച്ചു കൊടുത്തു. ഹോ, വെള്ളം ചേർക്കാത്ത മദ്യം കഴിച്ചപ്പോൾ അവളുടെ കണ്ണ് തള്ളിപ്പോയി. മതി മതി, ശക്തിയായി പുറത്തേക്ക് ഊതിക്കൊണ്ട് അവൾ പറഞ്ഞു. അന്നനാളം എരിയുന്നത് പോലെ. റാം റൊണാൾഡ് ചിരിച്ചു. അയാൾ ബാക്കി മദ്യം കൂടി അനായാസേന അകത്താക്കി. ഇപ്പോൾ പരമസുഖം. അകത്തും ചൂട്, പുറത്തും ചൂട്. ഒരു കവിൾ മാത്രമേ അകത്ത് ചെന്നുള്ളൂവെങ്കിലും നീനയുടെ തലച്ചോറിൽ ലഹരി നിറയുവാൻ തുടങ്ങി. മിനിറ്റുകൾ റാം റൊണാൾഡിൻ്റെ കണ്ണുകളും ചുവന്നു കഴിഞ്ഞിരുന്നു. നീനദാസ് ലഹരി നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. അയാൾ തലയിളക്കി. അവൾ കണ്ണിറുക്കി കാണിച്ചിട്ട് അയാളോട് ചേർന്നിരുന്നു. അയാൾ അവളെ ചുറ്റിപ്പിടിച്ചു. ഒരു മാടപ്രാവിനെ പോലെ അവൾ ഒതുങ്ങിക്കൊടുത്തു. റാം, മന്ത്രം പോലെ അവളുടെ സ്വരം. തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചെറിയണമെന്ന് നീനയ്ക്ക് തോന്നി. അവൾ പൊളയുകയാണ്. ശരീരത്തിലെ ഓരോ പരമാണുവും 100,000 പൊട്ടിത്തെറിക്കുന്നത് പോലെ. അയാളുടെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴയുകയാണ്. അവളുടെ ശ്വാസഗതിക്ക് ശക്തിയേറി വന്നു. ഓവർകോട്ട് അഴിച്ച് തറയിൽ വിരിച്ചു. ഷർട്ടിൻ്റെ കുടുക്കുകൾ അഴിഞ്ഞു. മുഴുത്ത മാരടങ്ങൾ ബ്രായ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കുതിക്കുവാൻ വെമ്പി. റാം, അവൾ അയാളെ കെട്ടിവരിഞ്ഞു. അഗ്നിയിലെ ചൂട് ശരീരത്തിലേക്ക് അടിച്ചു കയറി. ബന്ധനം നഷ്ടപ്പെട്ട മാരടങ്ങൾ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. അവിടെ നിന്നും സർപ്പത്തിൻ്റെ സീൽക്കാരങ്ങളും പ്രാവിൻ്റെ കുറുകലുകളുമുണ്ടായി. നീനാദാസ് പരിപൂർണ്ണ നഗ്ന. ചന്ദനത്തിൻ്റെ നിറമുള്ള അവളുടെ മേനിയിലേക്ക് റാം റൊണാൾഡ് ആർത്തിയോടെ നോക്കി. എന്തൊരു ശരീരഘടനയാണിത്! അഗ്നിയെ കാവൽ നിർത്തി അവർ ആ ഗുഹയിൽ സ്വർഗം സൃഷ്ടിച്ചു. ഇത്രയും ആവേശമുള്ള ഒരു യുവതി അയാളുടെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. അയാളെ കീഴടക്കാൻ അവൾ ആകുന്നത്ര ശ്രമിച്ചു. കഴിഞ്ഞില്ല. റാം റൊണാൾഡ് ഇക്കാര്യത്തിൽ ഒരു മാന്ത്രികനാണെന്ന് അവൾക്കും ഉറപ്പായി. നീനയുടെ ജീവിതത്തിൽ ആദ്യത്തെ പരാജയം. സാധാരണ പുരുഷൻ്റെ മുഖത്ത് അവജ്ഞയോട് ഒന്ന് കാരുത്തുപ്പിയിട്ട് എണീറ്റു പോകാറുള്ള നീനദാസിന് ഇത്തവണ അവിടെ നിന്ന് എണീക്കാൻ പോലും കഴിഞ്ഞില്ല. നന്ദി നിറഞ്ഞ മിഴികളിൽ അയാളെ കടാക്ഷിച്ചുകൊണ്ട് അവൾ അങ്ങനെ കിടന്നു. അയാളൊരു ചുരുട്ട് കത്തിച്ച് അലക്ഷ്യമായി പുക ഊതി പറത്തി. പിന്നെ ഗുഹാഭിത്തിയിൽ ചാരിയിരുന്ന് സാവധാനം കണ്ണുകളടച്ചു.
അത് ഉറക്കത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അതിനു മുമ്പേ നീനയുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ക്രൂസോ ദ്വീപിൽ വെളിച്ചം പരന്നു. എന്തോ ശബ്ദം കേട്ടാണ് റാം റൊണാൾഡ് കണ്ണു തുറന്നത്. മുന്നിലെ അഗ്നിക്കുമ്പാരത്തിൽ ചാരത്തിൻ്റെ കട്ടിയുള്ള പടലം. എങ്കിലും അതിനുള്ളിൽ തീയുണ്ടെന്ന് തോന്നി. കാരണം അപ്പോഴും നല്ല ചൂട് വമിക്കുന്നുണ്ടായിരുന്നു. അയാൾ നീനയെ നോക്കി. ഒന്നും അറിയാതെ ഒരു കുട്ടിയുടെ നിഷ്കളങ്ക ഭാവത്തിൽ ഉറക്കമാണ് അവൾ. ഏയ്, അയാൾ വിളിച്ചു. അവൾ കണ്ണു തുറന്നു. റാം റൊണാൾഡിനെ തുറച്ചു നോക്കി. പിന്നെ ചുറ്റും നോക്കി. തലേന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു. നൂൽബന്ധമില്ലാത്ത തൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിയിട്ട് അവൾ നാണത്തോടെ തലതിരിച്ചു. അനാഥമായി കിടന്നിരുന്ന വസ്ത്രങ്ങൾ വാരി ശരീരത്തിലേക്കിട്ടു. ആ ചുണ്ടുകളിൽ ഒരു കുസൃതി ചിരി മുട്ടിട്ടു. റാം റൊണാൾഡ് ഗുഹയ്ക്ക് പുറത്തു വന്നു. നേരം നന്നേ പുലർന്നിരുന്നു. സമയം 8 മണി. ഡോക്ടർ സുഖ്ദേവ് സിംഗ് തിരികെ എത്തിയിട്ടുണ്ടാകുമോ ആവോ? എന്തായാലും ഇനി കൂടാരത്തിനരികിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അയാൾ തിരികെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും നീന വസ്ത്രം ധരിച്ചിരുന്നു. നമുക്ക് പോകാം, അവൾ പറഞ്ഞു. പോകണോ? കുസൃതിയോടെ അയാൾ തിരക്കി. ഇങ്ങനെ ഇവിടെ കുറച്ച് ദിവസമങ്ങ് കൂടിയാലോ? ഐ ആം റെഡി, അവൾ ചിരിച്ചു. വഴി നിശ്ചയമില്ലെങ്കിലും ഏതാണ്ട് ഒരു ഊഹം വെച്ചാണ് നടന്നത്. രാവിലെ എന്തോ മൂടൽമഞ്ഞിന് അല്പം കട്ടിക്കുറവുണ്ടായിരുന്നു. അവർ 50 വാര പോലും നടന്നു കാണില്ല. പെട്ടെന്ന് എന്തിലോ റാം റൊണാൾഡിൻ്റെ കണ്ണുകൾ ഉടക്കി. അയാൾ നിന്നു. നീനയും അവിടേക്ക് നോക്കി. ഹോ! അറിയാതെ ഒരു ശബ്ദം അവളിൽ നിന്നും ഉയർന്നു. ഒരു കൈപ്പത്തി. അവളുടെ ഹൃദയത്തിൽ ഒരു നടുക്കമുണ്ടായി. ഏതോ വന്യമൃഗം കടിച്ചു പറിച്ചതുപോലെയാണ് അവർക്ക് തോന്നിയത്. റാം റൊണാൾഡ് അതിനരികിൽ കുത്തിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്ത്രീയുടെ കൈയാണ് അതെന്ന് വ്യക്തമായി. അയാളുടെ മനസ്സിൽ ഹേമാംബികയുടെ രൂപം തെളിഞ്ഞു വന്നു. കഴിഞ്ഞ രാത്രിയിലായിരിക്കണം ഈ കൈപ്പത്തി ഇവിടെ വീണത്. ഒരു തുള്ളി രക്തം പോലും അതിൽ നിന്നും ഒലിച്ചിറങ്ങിയിട്ടില്ല. അതിനർത്ഥം മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ ശവശരീരമായിരുന്നു എന്നുള്ളതാണ്. കമോൺ, നീനദാസിനെയും കൂട്ടി വളരെ ശ്രദ്ധയോടെ ചുറ്റുപാടും വീക്ഷിച്ച് അയാൾ നീങ്ങി. ആ മൃതദേഹത്തിലെ ശിരസ് ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എവിടെയോ ഒരു ഇരമ്പൽ കേട്ടു. റാം റൊണാൾഡിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇരമ്പൽ അടുത്തു വരികയാണ്. ബർച്ചു മരങ്ങളിലേക്ക് കാറ്റ് പടർന്നു. മഞ്ഞുതുള്ളികൾ മഴ പോലെ പെയ്തു. മൂടൽമഞ്ഞ് ഇരമ്പൽ കേട്ട ഭാഗത്തു നിന്നും അടിച്ചു മാറ്റപ്പെട്ടു. ആ ശബ്ദം എവിടേക്കോ തിരിഞ്ഞ് സാവധാനം നിലച്ചു. അവർ കുറേ നേരം കൂടി പിന്നിട്ടപ്പോൾ വീണ്ടും ആ ഇരമ്പൽ. ഇത്തവണ അത് കൂടുതൽ അടുത്തേക്ക് വരികയാണ്. വൃക്ഷങ്ങൾ ആടിയുലഞ്ഞു. മൂടൽമഞ്ഞ് പുക പോലെ അകന്നു മാറി. അങ്ങ് ദൂരത്തിൽ കൂറ്റൻ പ്രാപ്പിടിയനെ പോലെ ഒരു ഹെലികോപ്റ്റർ ദൃശ്യമായി. കമോൺ, നീനദാസിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് റാം റൊണാൾഡ് ഒരു ഭാഗത്തേക്ക് മാറി. അപ്പോഴേക്കും ഹെലികോപ്റ്റർ അടുത്തെത്താറായി കഴിഞ്ഞിരുന്നു. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെടിവെച്ച് കൊല്ലാനും മടിച്ചെന്നു വരില്ല. ഒരു ബർച്ച് മരത്തിന് പിന്നിലേക്ക് നീങ്ങി നിൽക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. ഇരമ്പൽ കാതിൽ തുളഞ്ഞിറങ്ങി. ഹെലികോപ്റ്റർ അവർക്ക് മുകളിലൂടെ കിഴക്കോട്ട് പോയി. അതിനുള്ളിൽ യന്ത്രത്തോക്കിൻ്റെ ബാരൽ പുറത്തേക്ക് നീണ്ടിരിക്കുന്നത് അവർ കണ്ടു. റാം റൊണാൾഡ് ഒന്ന് നിശ്വസിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. നീനദാസിന് ആശ്വാസം. ഒരുപക്ഷെ അകലെ വെച്ച് അവർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തിരികെ വരും. അതിനു മുമ്പ് പോകാം. കഴിയുന്നത്ര വേഗത്തിൽ അവർ കൂടാരം ലക്ഷ്യമാക്കി നീങ്ങി. ഈ അവസരത്തിൽ കൂടാരത്തോടടുക്കുകയായിരുന്നു മറ്റുള്ളവരുടെ സംഘവും. അവർക്ക് ഡോക്ടർ സുഖ്ദേവ് സിംഗിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിനും എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ എന്നതായിരുന്നു അവരുടെ സംശയം. നടന്ന് ക്ഷീണിച്ചിരുന്നു അവർ. പ്രത്യേകിച്ചും മരിയ ചൗധരിക്കും ഗ്ലാഡിസിനും ഒരടി പോലും മുന്നോട്ട് നീങ്ങുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്ന് പറയാം. എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് ഒന്ന് കിടക്കണമെന്നേ ചിന്തയുള്ളായിരുന്നു അവൾക്ക്. എന്നാൽ കൂടാരം കണ്ണിൽപ്പെടാവുന്ന അകലത്തിൽ എത്തിയ അവർ ഇടിവെട്ടേറ്റതുപോലെ നടുങ്ങി. അങ്ങിങ്ങായി തകർന്നു കിടക്കുന്ന കൂടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെ. ഇതെന്തു പറ്റി? വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി പ്രൊഫസർ മാർട്ടിൻ പെരേരയ്ക്ക്. ജോലിക്കാരാണ് മുന്നിലോടിയത്. അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച അതിലും ഭയങ്കരമായിരുന്നു. കാവൽ നിന്നിരുന്ന കമാൻഡോയുടെ ശിരസും ഉടലും വേർപെട്ട് കിടക്കുന്നു. രക്തം മഞ്ഞിൽ കലർന്ന് ഐസായിരിക്കുന്നു. ഏതോ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് മുറിച്ചു മാറ്റിയതുപോലെയാണ് തോന്നിയത്. ശ്വാസം കഴിക്കാൻ പോലും കഴിയാതെ അവർ മിഴിച്ചു നിന്നു. റാം റൊണാൾഡും നീനദാസും തിരിച്ചെത്തിയപ്പോൾ അഭയം നഷ്ടപ്പെട്ട് മഞ്ഞിൽ കുത്തിയിരിക്കുന്ന സഹപ്രവർത്തകരെയാണ് കണ്ടത്. കാര്യങ്ങൾ പരസ്പരം ചോദിച്ചറിഞ്ഞു. എന്തായാലും പുതിയ ടെൻ്റ് ഉണ്ടാക്കിയേ മതിയാവൂ, റാം റൊണാൾഡ് പറഞ്ഞു. ആരെങ്കിലും കപ്പലിലേക്ക് പോകണം. അതുമാത്രമല്ല, നമുക്കുള്ള ഭക്ഷണം പോലും നഷ്ടമായിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് തങ്ങളാരും ഒന്നും കഴിച്ചിട്ടില്ലെന്ന വസ്തുത അവർ ഓർത്തത് തന്നെ. അതോടെ 1000 കൈകൾ നീട്ടി വിശപ്പ് അവരെ ആക്രമിക്കാനും തുടങ്ങി. ഇതെന്തു പറ്റിയതാണ്? പിന്നിൽ ഒരു പരിചിത ശബ്ദം കേട്ട് ഏവരും തിരിഞ്ഞു നോക്കി. അവർക്ക് തങ്ങളെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ സുഖ്ദേവ് സിംഗ്. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സുഖ്ദേവ് സിംഗ് മുന്നോട്ട് വന്നു. ഇതുവരെ ഡോക്ടർ എവിടെയായിരുന്നു? ഡോക്ടർ റാം റൊണാൾഡ് തിരക്കി. അതൊരു കഥയാണ്, പറഞ്ഞുകൊണ്ട് അദ്ദേഹം റൊണാൾഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചുരുട്ട് വാങ്ങി കത്തിച്ചു. ആർത്തിയോടെ 2-3 കവിൾ പുക വിഴുങ്ങിയിട്ട് സംസാരിച്ചു. ഞാനൊരു അപകടത്തിൽപ്പെട്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. എല്ലാ കണ്ണുകളും ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തറഞ്ഞു. അലക്സാണ്ടർ നിലവിളിച്ചപ്പോൾ എല്ലാവരുടെയും ഒപ്പം ഞാനും പുറത്തേക്കിറങ്ങി. റാം റൊണാൾഡ് ഹിമക്കരടിയെ വെടിവെച്ചപ്പോൾ
ഏറ്റവും പിന്നിൽ നിന്നിരുന്ന എൻ്റെ മുഖത്ത് ബലിഷ്ഠമായ ഒരു കരം അമർന്നു. അടുത്ത കൈ എൻ്റെ ഉദരത്തിലും ചുറ്റി. എനിക്കൊന്ന് ചലിക്കാനോ നിലവിളിക്കാനോ പോലും കഴിഞ്ഞില്ല. ആ കൈകൾ എന്നെ അനായാസേന ഉയർത്തി പിന്നോട്ട് മാറ്റി. ടെൻറ്റിന് പിന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു റിവോൾവർ എടുത്ത് അയാൾ എൻ്റെ വായിൽ കുത്തിക്കയറ്റി. ചലിച്ചു പോയാൽ ആ നിമിഷം നിറയൊഴിക്കുമെന്ന് കാതിൽ ശക്തമായ താക്കീത്. എൻ്റെ ചോര മരവിക്കുന്നത് പോലെ തോന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഭയങ്കരൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ലെന്ന് എനിക്കുറപ്പായി. അയാൾ എന്നെ ഇവിടെ നിന്ന് നടത്തി കുന്നിൻ ചെരുവിലെ ഒരു ഗുഹയ്ക്കുള്ളിലാണ് എത്തിച്ചത്. അവിടെ കത്തി നിൽക്കുന്ന പന്തങ്ങളുണ്ടായിരുന്നു. അതിനരികിൽ ഹേമാംബികയും. അലക്സാണ്ടർ മൈമോൺ ഒന്ന് പിടഞ്ഞുണർന്നു. ഡോക്ടർ അവളെ കണ്ടോ? അവൾ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, കാരണം അവൾ മരിച്ചിരുന്നു. മൃതദേഹമാണ് ഞാൻ കണ്ടത്. ജീസസ്! അലക്സാണ്ടർ നെഞ്ചിൽ കൈവച്ചു. എന്നിട്ട്? അതറിയാനായിരുന്നു മാർട്ടിൻ പെരേരയ്ക്ക് തിടുക്കം. എന്നെ അയാൾ ഒരു പാറയിൽ ചേർത്ത് കെട്ടി, എന്നിട്ട് പുറത്തേക്ക് പോയി. ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എത്രയും വേഗം ദ്വീപിൽ നിന്നും പോകണമെന്ന്. അയാൾ ആരാണെന്ന് എന്തെങ്കിലും സൂചന? മുഖംമൂടി അണിഞ്ഞിരുന്നു. എന്നാലും ഒന്നുണ്ട്, അയാൾ ഇന്ത്യക്കാരനല്ലെന്ന് വ്യക്തം. പിന്നെ ഡോക്ടർ എങ്ങനെ രക്ഷപ്പെട്ടു? ഞാനൊന്ന് ബലം പ്രയോഗിച്ചപ്പോൾ കല്ല് നേരിയ തോതിൽ ഒന്ന് ചലിച്ചു. അതോടെ കെട്ടുകൾ അയയുകയും ചെയ്തു. ഏതാണ്ട് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ ഗുഹയുടെ പുറത്തെത്തുവാൻ കഴിഞ്ഞു. രാത്രി മുഴുവൻ ദിക്കറിയാതെ നടക്കുകയായിരുന്നു ഞാൻ. രാവിലെ ദ്വീപിൽ ഒരു ഹെലികോപ്റ്റർ ചുറ്റിക്കറങ്ങി, റാം റൊണാൾഡ് പറഞ്ഞു. ഞാനും അത് കണ്ടു. നമ്മൾ ഇവിടേക്ക് വന്ന ദിവസം ദ്വീപിൽ വന്നു ചെക്ക് ചെയ്ത അതേ ഹെലികോപ്റ്റർ തന്നെയായിരുന്നു അത്. അവർ അടുത്ത പരിപാടി ചർച്ച ചെയ്തു. കപ്പലിൽ നിന്നും ടെൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങളും ഭക്ഷണവും കൊണ്ടുവരണം. അതോടൊപ്പം കേന്ദ്രത്തിൽ വിവരമറിയിക്കണം. കമാൻഡോയുടെ പ്രേതം സംസ്കരിക്കണം. വേഗത്തിൽ ഓരോ ജോലികളും ചെയ്തു തുടങ്ങി. അപ്പോൾ പ്രഭാതമാകുവാൻ ഏതാനും മണിക്കൂറുകളെ ബാക്കിയുള്ളായിരുന്നു. പെട്ടെന്നാണ് ഒരു അപരിചിതൻ അവർക്കരികിലേക്ക് നടന്നു വരുന്നത് അവർ കണ്ടത്. എല്ലാവരും ജാഗരൂകരായി. അത് രഘുബീർ സിംഗ് ആയിരുന്നു. ഗ്യാസ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കമാൻഡർ രഘുബീർ സിംഗും അവരും മുഖാമുഖം നോക്കി. വർണ്ണ രഘുബീർ സിംഗ്. ഡോക്ടർ സുഖ്ദേവ് മുന്നോട്ട് വന്ന് അയാളെ സ്വീകരിച്ചു. താൽക്കാലികമായി രണ്ടാമതും ഉണ്ടാക്കിയ ടെൻറ്റിലേക്ക് അവർ നടന്നു. അവിടെ വെച്ച് എല്ലാവരെയും രഘുബീർ സിംഗ് വ്യക്തമായി കണ്ടു. പിന്നെ പരിചയപ്പെടുത്തലുകൾ. ഡോക്ടർ റാം റൊണാൾഡ് മാത്രം രഘുബീർ സിംഗുമായി കാര്യമായിട്ട് സംസാരിച്ചില്ല. ആ പ്രതിചാര പ്രവർത്തകൻ അത് പ്രത്യേകം നോട്ട് ചെയ്തു. ചീഫ് ബെർണാഡിൻ്റെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങി. അവരിൽ ഒരാൾ തന്നെയാവും ശത്രുചാരൻ. റാം റൊണാൾഡിൻ്റെ കണ്ണുകളിൽ അവ്യക്തമായ ഏതോ ഒരു ഭാവം നിഴലിച്ചിരുന്നു. നമ്പർ 1 രഘുബീർ സിംഗ് മനസ്സിൽ കരുതി. തനിക്ക് സംശയിക്കേണ്ട വ്യക്തികളിൽ ഒരാൾ. ഒരു പക്ഷേ CIA-യുടെ ശക്തനായ ചാരനായിരിക്കാം ഇയാൾ. ആ കണ്ണുകളിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. കമാൻഡർ രഘുബീർ സിംഗ് ക്രൂസോ ദ്വീപിലെത്തിയിട്ട് 4-5 ദിവസങ്ങൾ കഴിയുന്നു. അതിനുശേഷം ഇതുവരെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും അത്ഭുതമായിരുന്നു, പ്രത്യേകിച്ചും ഡോക്ടർ സുഖ്ദേവ് സിംഗിന്. അദ്ദേഹം അത് തുറന്നു പറയുവാനും മടിച്ചില്ല. ഏതായാലും ബർണാഡ് സാബിന് താങ്കളെ ഇവിടേക്ക് അയക്കുവാൻ തോന്നിയത് നല്ല നേരത്താണെന്ന് തോന്നുന്നു. ഹിമക്കരടിക്ക് പോലും താങ്കളെ പേടിയാണെന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ എന്തൊരു ശാന്തത! ഇവിടെ എത്തിയിട്ട് ഇതുവരെ ഞങ്ങൾ ഒറ്റ ദിവസം പോലും സുഖമായി ഒന്നും ഉറങ്ങിയിട്ടിരുന്നില്ല. അതിന് മറുപടി പറയാതെ രഘുബീർ സിംഗ് ചിരിച്ചതേയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആവലാഞ്ച് ഉണ്ടാകുവാൻ ഇടയില്ലാത്ത ഭാഗം നോക്കി അവർ ആംഗ്ലയറിൽ ഒരു ചെറിയ കെട്ടിടം തീർത്തു കഴിഞ്ഞു. താൽക്കാലികമായി അവർക്ക് താമസിക്കുവാനുള്ളത്. ഏതാണ്ട് 5-6 മുറികൾ ഭിത്തികൾ ഉണ്ടാക്കിയത് തകരഷീറ്റുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ്. എല്ലാ സാധനങ്ങളും കപ്പലിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നിച്ചു കിടക്കാതെ കഴിയുവാനുള്ള സജ്ജീകരണം വേണമെന്ന് നിർബന്ധം പിടിച്ചത് രഘുബീർ സിംഗ് തന്നെയാണ്. അതിന് അയാളെ പ്രേരിപ്പിച്ച ഘടകം ഏതാണെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അവിടെ ഒരു ജനറേറ്റർ സ്ഥാപിച്ചു. അതിൽ നിന്നുള്ള വൈദ്യുതി മുഖേനയാണ് ഇപ്പോൾ അവിടെ വെളിച്ചമുണ്ടാകുന്നത്. തൻ്റെ സംശയങ്ങൾ ബലപ്പെടുകയാണെന്ന് കമാൻഡർ രഘുബീർ സിംഗിന് തോന്നി. ശത്രുചാരൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ മുന്നിൽ വന്നു വീഴും. ലബോറട്ടറിയുടെ പണി ധൃതിയിൽ നടക്കുകയാണ്. കനത്ത മഞ്ഞുപാളികളെ പിക്കാസ് കൊണ്ട് അറിഞ്ഞു മാറ്റിയാണ് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത്. 1 മാസം കൊണ്ട് ലബോറട്ടറിയുടെ പണി തീർക്കുവാനാണ് ഉദ്ദേശം. അതിനുശേഷമേ മിസൈൽ കേന്ദ്രത്തിൻ്റെ പണി തുടങ്ങൂ. അന്ന് ഉച്ചസമയത്ത് കമാൻഡർ രഘുബീർ സിംഗും ഒരു തൊഴിലാളിയും കൂടി കടൽ തീരത്ത് പോയി. 1 കിലോമീറ്റർ അകലേക്ക് പതിക്കുവാൻ കഴിയുന്ന ചൂണ്ട അയാളുടെ പക്കലുണ്ടായിരുന്നു. ചൂണ്ടയിൽ ഇര കോർത്ത ശേഷം അത് യന്ത്രത്തിൽ ബന്ധിച്ചിട്ട് ട്രിഗർ അമർത്തി. ഡിം എന്ന ശബ്ദം മാത്രമേ തൊഴിലാളി കേട്ടുള്ളൂ. 7 അടിയോളം നീളത്തിൽ യന്ത്രത്തിൻ്റെ ബാരൽ മുന്നോട്ട് ചാടി. അപ്പോഴേക്കും 1 കിലോമീറ്റർ അപ്പുറം കടലിൽ പതിച്ചു കഴിഞ്ഞിരുന്നു ചൂണ്ട. രഘുബീർ സിംഗ് തറയിൽ കുത്തിയിരുന്നു നിമിഷങ്ങൾ. പെട്ടെന്ന് യന്ത്രം ഒന്ന് കുലുങ്ങി. ചൂണ്ടയുടെ നൂൽ വലിഞ്ഞു. രഘുബീർ സിംഗ് സാവധാന യന്ത്രത്തിൽ നൂൽ ചുറ്റുവാൻ തുടങ്ങി. അതിനനുസരിച്ച് സമുദ്രത്തിലേക്ക് ശക്തമായ വലിവുണ്ടായി. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞു. അവർക്ക് മുന്നിലായി കടലിൽ വല്ലാത്തൊരു ഇളക്കം കണ്ടു. വെള്ളം ശക്തിയിൽ വട്ടം കറങ്ങുന്നു, ഒരു ചെറിയ ചുഴി പോലെ. അത് അടുത്തു വന്നു. അമ്പോ! തൊഴിലാളി അറിയാതെ പറഞ്ഞുപോയി. ചൂണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന കൂറ്റൻ മത്സ്യം. കരയോടടുക്കാറായപ്പോഴേക്കും അത് വാൽ കൊണ്ട് ശക്തിയിൽ വെള്ളത്തിലിടിച്ചു. വെള്ളം മുകളിലേക്ക് ഉയർന്നു. രഘുബീർ സിംഗും ജോലിക്കാരനും കൂടി ചേർന്നാണ് അതിനെ കരയിലേക്ക് വലിച്ചു കയറ്റിയത്. ഉദ്ദേശം 25 കിലോയോളം തൂക്കം വരുമായിരുന്നു അതിന്.
അങ്ങ് ചെന്നിട്ട് ചൂണ്ട വായിൽ നിന്നെടുക്കാം. രഘുബീർ സിംഗ് ഒരു കത്തിയെടുത്തു. 1.5 അടിയോളം നീളമുള്ള കത്തി. മത്സ്യത്തിൻ്റെ ശിരസിൽ അത് പിടിയോളം താഴ്ന്നു. അത് വല്ലാതെ പിടഞ്ഞുകൊണ്ടിരുന്നു നിമിഷങ്ങളോളം. മത്സ്യത്തെ തലയിലേറ്റി ജോലിക്കാരനും പിന്നാലെ രഘുബീർ സിംഗും നടന്നു. അവരുടെ താവളത്തിലെത്തിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. രഘുബീർ സിംഗിനെ ആദ്യം കാണുന്നതുപോലെ അവർ നോക്കി. നീനദാസിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായി. റാം റൊണാൾഡ് മാത്രം ഇതൊന്നും അത്ര കാര്യമല്ലെന്ന ഭാവത്തിൽ തൻ്റെ തോക്കിൽ തെറിപ്പിടിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ അത്താഴത്തിന് ആ മത്സ്യമായിരുന്നു മുഖ്യ വിഭവം. അന്നുവരെ അവർ കഴിച്ചിട്ടുള്ള മത്സ്യങ്ങളെക്കാൾ എന്തോ ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു അതിന്. രാത്രിയായി കഴിഞ്ഞാൽ ആരും അധികനേരം പുറത്തിറങ്ങരുതെന്നാണ് കമാൻഡർ രഘുബീർ സിംഗിൻ്റെ നിർദ്ദേശം. ഒരു പരിധിവരെ അത് അനുസരിക്കുവാൻ തങ്ങൾ നിർബന്ധിതരാണെന്ന് അവർക്കറിയാം. എന്നാൽ റാം റൊണാൾഡ് ഡോക്ടർ സുഖ്ദേവ് സിംഗിനോട് പറഞ്ഞു, ഡോക്ടർ, അയാൾ അങ്ങയേക്കാൾ മുകളിലൊന്നുമല്ല. നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനാണ് അയാളെ നിയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മളെ ഭരിക്കുവാനല്ല. ഒന്ന് ചിരിച്ചതല്ലാതെ സുഖ്ദേവ് സിംഗ് മറുപടി പറഞ്ഞില്ല. റൊണാൾഡ് തുടർന്നു, ഏതായാലും എനിക്ക് അയാളെ അനുസരിക്കാൻ കഴിയില്ല. എന്നെ ഭരിക്കാൻ വന്നാൽ ഇടിച്ച് താടിയുള്ളൊടിക്കും ഞാൻ. താങ്കൾക്കെന്താ അയാളൊരു സുഖമില്ലായ്മ? അയാൾ വന്ന അന്നു മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. സുഖ്ദേവ് സിംഗ് ഒരു ചുരുട്ട് കത്തിച്ചു. റാം റൊണാൾഡും അതിനെ തീപിടിപ്പിച്ചു. എനിക്ക് അയാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അയാളുടെ അനാവശ്യമായ നിർദ്ദേശങ്ങളും മറ്റും കേൾക്കുമ്പോൾ കാൽപാദത്തിൽ നിന്നും പെരുത്തു കയറാൻ തുടങ്ങും. ഇത്തവണ ഉച്ചത്തിൽ ചിരിച്ചുപോയി ഡോക്ടർ സുഖ്ദേവ് സിംഗ്. വാസ്തവം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് മിസ്റ്റർ റാം റൊണാൾഡ്. നിങ്ങളുടെ ഈ സ്വഭാവത്തിന് എങ്ങനെയൊരു സയൻറ്റിസ്റ്റ് ആകുവാൻ കഴിഞ്ഞെന്ന്. റാം റൊണാൾഡ് അതിന് മറുപടി പറയുവാൻ ഭാവിക്കുമ്പോൾ കമാൻഡർ രഘുബീർ സിംഗ് അവിടേക്ക് കടന്നു വന്നു. എന്താ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ വെറുതെ. സുഖ്ദേവ് സിംഗ് അത്രയും പറഞ്ഞപ്പോഴേക്കും റാം റൊണാൾഡ് തലവെട്ടിത്തിരിച്ച് പുറത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. വിചിത്ര മനുഷ്യൻ, രഘുബീർ സിംഗ് പിറുപിറുത്തു. ഇയാളെ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു ഡോക്ടർ? ചുരുട്ടിലെ ചാരം തട്ടിക്കളഞ്ഞിട്ട് അദ്ദേഹം നിവർന്നിരുന്നു. എനിക്ക് അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. കാരണം ഞാൻ അയാളെ നിയന്ത്രിക്കാൻ മെനക്കെടാറില്ല. സ്വതന്ത്രമായ ഒരു ശൈലിയാണ് അയാളുടേത്. അപാര ബുദ്ധിയും. മിസൈൽ നിർമ്മാണത്തിൻ്റെ പരിപൂർണ ചുമതല അയാൾക്കും നിക്കോളാസിനും കൂടിയാണ്. ഇത്തരം ഒരു മിസൈലിൻ്റെ കണ്ടുപിടുത്തം തന്നെ റാം റൊണാൾഡിൻ്റേതാണെന്ന് പറയാം. രഘുബീർ സിംഗ് മെല്ലെ തലയനക്കിക്കൊണ്ടിരുന്നു. പിന്നെ തന്ത്രപൂർവ്വം തിരക്കി, അയാൾ എങ്ങനെ? നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണോ? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടേക്ക് പോകുന്നവരുടെയെല്ലാം കംപ്ലീറ്റ് ബയോഡാറ്റ പഠിച്ചതിന് ശേഷമാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചത് തന്നെ. എന്നിരുന്നാലും എവിടെയെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടായാൽ മതിയല്ലോ. അല്പനേരത്തേക്ക് രണ്ടുപേർക്കുമിടയിൽ മൗനത്തിൻ്റെ കനത്ത നിമിഷങ്ങളുണ്ടായി. വീണ്ടും സംസാരിച്ചു തുടങ്ങിയത് ഡോക്ടർ സുഖ്ദേവ് സിംഗ് ആണ്. എന്തോ ഒരു ചെറിയ പാകപ്പിഴ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് നേരിയ സംശയം തോന്നാൻ തുടങ്ങിയിട്ട് ഏതാനും നാളുകളായി. പലപ്പോഴും രാത്രികാലങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾക്കായി മറ്റുള്ളവരോടൊപ്പമോ അല്ലാതെയോ അയാൾ പുറത്തു പോകാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇവിടെ പലതും സംഭവിക്കുകയും ചെയ്യുന്നു. കമാൻഡർ രഘുബീർ സിംഗ് മെല്ലെ തലയനക്കി. യെസ് ഡോക്ടർ, ഈ പറഞ്ഞത് താങ്കളുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. തൽക്കാലം മറ്റാരും അറിയേണ്ട. ഷുവർ. രഘുബീർ സിംഗ് ഇറങ്ങിപ്പോയി. ആ താൽക്കാലിക വസതിയുടെ പ്രധാന വാതിലിനോട് ചേർന്ന മുറിയിലായിരുന്നു രഘുബീർ സിംഗ് ഉറങ്ങാൻ കിടന്നത്. മിക്കവാറും എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. അകലെ ജനറേറ്ററിൻ്റെ നേരിയ മൂളൽ മാത്രം കേൾക്കാം. എപ്പോഴോ രഘുബീർ സിംഗിൻ്റെ കണ്ണുകളിൽ ഉറക്കം മുട്ടിട്ടു. ജനറേറ്റർ നിശ്ചലമായത് ആരും അറിഞ്ഞില്ല. എങ്ങും കനത്ത ഇരുട്ട്. ഒരു കറുത്ത മനുഷ്യൻ രഘുബീർ സിംഗിൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി. അല്പനേരം അവിടെ ശങ്കിച്ചു നിന്നിട്ട് ഒരിടത്തും യാതൊരു അനക്കവുമില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ പതിയെ വാതിൽ തുറന്ന് അകത്തു പ്രവേശിച്ചു. ചില നിമിഷങ്ങൾക്ക് ശേഷം ആ മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉയർന്നു. തകരപ്പാളിയിൽ ആഞ്ഞു മുട്ടുന്നത് പോലെയോ എന്തൊക്കെയോ തകർന്നു വീഴുന്നത് പോലെയോ. ഏവരും നടുങ്ങി ഉണർന്നു. ഈ നേരത്ത് രഘുബീർ സിംഗിനെ ചവിട്ടി വീഴ്ത്തിയിട്ട് ആ കറുത്ത രൂപം പുറത്തേക്ക് കുതിച്ചു. ഇരുട്ടിൽ കാര്യമറിയാതെ പാഞ്ഞു വന്നവരുമായി കൂട്ടിയിടിച്ചു വീണു. പരസ്പരം അറിയാൻ കഴിയാത്ത അവസ്ഥ. ആരൊക്കെയോ പിടഞ്ഞെണീറ്റ് പുറത്തേക്ക് ഓടി. എമർജൻസി ലാമ്പ് തെളിച്ചിട്ട് കമാൻഡർ രഘുബീർ സിംഗ് ജനറേറ്ററിൻ്റെ അടുത്തേക്ക് പോയി. അത് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. അയാൾ ഓൺ ചെയ്തു. വീണ്ടും എല്ലായിടത്തും വെളിച്ചം പരന്നു. തിരികെ അവിടേക്ക് നടക്കുമ്പോൾ അയാൾ അത്ഭുതത്തോടെ ഓർത്തു, താൻ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇരുളിൽ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നിയപ്പോൾ പെട്ടെന്ന് ചാടി എണീൽക്കുകയായിരുന്നു. ആ നിമിഷം കിടക്കയിൽ ഇരുമ്പുപിടി പോലെയുള്ള കട്ടിയുള്ള എന്തോ ശക്തിയിൽ പതിയുകയും ചെയ്തു. അയാൾ തിരിച്ചെത്തുമ്പോൾ അവിടെയുണ്ടായിരുന്നവർ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. എന്താണ് സാർ ഉണ്ടായത്? പ്രൊഫസർ മാർട്ടിൻ പെരേര ഉത്കണ്ഠയോടെ തിരക്കി. ആവോ, എനിക്ക് അറിയില്ല എന്നതാണ് ശരി. അയാൾ ചിരിച്ചു. എന്നോട് വൈരാഗ്യമുള്ള ആരോ രാത്രിയിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ എന്നറിയുന്നതിനായി വന്നതാണ്. ഡോക്ടർ സുഖ്ദേവ് സിംഗ് കിതച്ചുകൊണ്ട് പുറത്തു നിന്നും കയറി വന്നു. ഡോക്ടർ എവിടെ പോയി? രഘുബീർ സിംഗ് ചോദിച്ചു. മഞ്ഞിലൂടെ ഒരു രൂപം ഓടുന്നത് കണ്ടു. ഞാൻ കുറേ ദൂരം പിന്നാലെ ഓടി. പക്ഷേ കാൽ വഴുതി വീണുപോയി. അതിനിടയിൽ അയാൾ രക്ഷപ്പെട്ടു. സാരമില്ല, അവൻ എൻ്റെ കയ്യിൽ വന്നു പെടാതിരിക്കില്ല. അതിരിക്കട്ടെ, റാം റൊണാൾഡ് എവിടെ? ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? അയാളും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിക്കോളാസ് പറഞ്ഞു. ഒരുപക്ഷെ ശത്രുവിൻ്റെ പിന്നാലെ പോയി കാണും. അതാണ് അയാളുടെ സ്വഭാവം.
സുഖ്ദേവ് സിംഗും രഘുബീർ സിംഗും മുഖാമുഖം നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ സംസാരിച്ചു. അവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ. ശരി ശരി, എല്ലാവരും പോയി ഉറങ്ങിക്കൊള്ളൂ. ഇനി ഒന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം, രഘുബീർ സിംഗ് ഉറപ്പു നൽകി. അവിടെയുണ്ടായിരുന്ന കമാൻഡോ മുന്നോട്ട് വന്നു. ബാക്കി രണ്ടുപേരും ഇപ്പോഴും കപ്പലിൽ തന്നെയാണ്. ഞാനും ഉറങ്ങാതിരിക്കാം സാർ. വേണ്ട വേണ്ട, അയാൾ ചിരിച്ചു. ഇത് എനിക്ക് മാത്രം കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നമേയുള്ളൂ. അയാളും പിൻവാങ്ങി. സുഖ്ദേവ് സിംഗും രഘുബീർ സിംഗും ബാക്കിയായി. ഇനി അയാളെ വിട്ടുകൂടാ. ഉടൻ അറസ്റ്റ് ചെയ്യണം. കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. നോ സമയമായിട്ടില്ല. കുറേ തെളിവുകൾ കൂടി ശേഖരിക്കുവാനുണ്ട്. ഇപ്പോൾ അയാളെ കസ്റ്റഡിയിലെടുത്താൽ അയാൾക്കെതിരെ നിരത്തുവാൻ നമ്മുടെ പക്കൽ തെളിവുകൾ ഉണ്ടായില്ലെന്ന് വരും. സുഖ്ദേവ് സിംഗ് ഒരു ചുരുട്ടിന് തീ കൊളുത്തിക്കൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. അദ്ദേഹം തൻ്റെ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നല്ല തയ്യാറെടുപ്പോടുകൂടി തന്നെ കമാൻഡർ രഘുബീർ സിംഗ് അവിടെ നിന്നും ഇറങ്ങി. റാം റൊണാൾഡിനെ കണ്ടെത്തണം എന്നതായിരുന്നു തീരുമാനം. ഒരുപക്ഷെ അയാളുടെ കൂടെ ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്താനാവും. ശിരസിൽ പറ്റിച്ചേർന്നിരിക്കുന്ന തൊപ്പിയും ഗ്ലൗസുകളും ഗംബൂട്ട്സുമൊക്കെ അണിഞ്ഞൊരുങ്ങിയിരുന്നതിനാൽ തണുപ്പ് അല്പം പോലും അയാൾക്ക് തോന്നുമായിരുന്നില്ല. ഏത് നിമിഷവും ഉപയോഗിക്കുവാൻ പാകത്തിൽ റിവോൾവർ വെച്ചിരുന്നു. അയാൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. താൻ പോകുന്നത് ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. പക്ഷേ രണ്ട് കണ്ണുകൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവ വന്യമായി ഒന്ന് തിളങ്ങി. രഘുബീർ സിംഗ് മുന്നോട്ട് നീങ്ങി. ടോർച്ച് തെളിക്കാതിരിക്കുവാൻ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. റാം റൊണാൾഡിന് ഈ ദ്വീപിൽ എവിടെയെങ്കിലും ഒരു ആസ്ഥാനം കാണുമെന്നായിരുന്നു അയാളുടെ വിചാരം. ഏതാണ്ട് അരമണിക്കൂർ അങ്ങനെ നീങ്ങിക്കാണും. ബർച്ച് മരങ്ങളിൽ നിന്നും ഒരു കൂട്ടം പക്ഷികളുടെ ചിറകടിയൊച്ച കേട്ടു. രാത്രി സഞ്ചാരികളായ പക്ഷികൾ. പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ചാടി ഉയർന്ന ഒരു കറുത്ത മനുഷ്യൻ ഊക്കോടെ രഘുബീർ സിംഗിൻ്റെ പുറത്ത് ചവിട്ടി. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ അയാൾ വല്ലാത്തൊരു നിലവിളിയോടെ മുന്നോട്ട് കമിഴ്ന്നു വീണു. ടോർച്ച് കയ്യിൽ നിന്നും തെറിച്ചുപോയി. ഇരുളിൽ നിന്നും പൊട്ടി മുളയ്ക്കുന്നത് പോലെയായിരുന്നു ആ മനുഷ്യൻ രഘുബീർ സിംഗിൻ്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. വീണടത്തു നിന്നും എഴുന്നേൽക്കാതെ രഘുബീർ സിംഗ് നോക്കി. തൻ്റെ മുന്നിൽ ഇരുട്ടിൻ്റെ കനത്ത കോട്ട പോലെ ആ ഭയങ്കര നിൽക്കുന്നു. അയാളുടെ വെളുത്ത കയ്യുറകൾ മാത്രം വ്യക്തമായി അറിയാം. രഘുബീർ സിംഗ് പെട്ടെന്ന് റിവോൾവർ എടുത്തു. എന്നാൽ നിറയൊഴിക്കാൻ കഴിയും മുമ്പ് അജ്ഞാതൻ അത് ചവിട്ടിത്തെറിപ്പിച്ചു. അവിടെ കിടന്നുകൊണ്ട് രഘുബീർ സിംഗ് അയാളുടെ കാലുകൾക്കിടയിൽ തൊഴിച്ചു. ഇത്തവണ അജ്ഞാതൻ നിലവിളിച്ചു പോയി. അയാളുടെ ശ്രദ്ധ പതറിയതും കമാൻഡർ കുതിച്ചെണീറ്റു. പിന്നീട് അവിടെ നടന്നത് ഉഗ്രൻ സംഘട്ടനമായിരുന്നു. അവർ അന്യോന്യം ശക്തി മനസ്സിലാക്കി. ഏതാണ്ട് തുല്യശക്തികൾ. രഘുബീർ സിംഗിൻ്റെ തുരുതുരയുള്ള ഇടി അജ്ഞാതിൻ്റെ മുഖത്തേറ്റു. അയാൾ പതറിപ്പോയി. ഇതിനിടെ കമാൻഡർ ഒരു കാര്യം മനസ്സിലാക്കി. അജ്ഞാത് മുഖംമൂടി അണിഞ്ഞിട്ടുണ്ട്. ശിരസ് മുഴുവൻ മൂടിക്കിടക്കുന്നതും കണ്ണുകളുടെയും മൂക്കിൻ്റെയും ഭാഗത്തു മാത്രം ദ്വാരമുള്ളതുമായ ഒരു തരം മുഖംമൂടിയായിരുന്നു അത്. രഘുബീർ സിംഗ് അത് പറിച്ചു കളയുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിനു മുമ്പ് അയാളെ തള്ളി വീഴ്ത്തിയിട്ട് അജ്ഞാതൻ ഓടിപ്പോയി. വളരെ പരീക്ഷണനായാണ് രഘുബീർ സിംഗ് തിരികെ എത്തിയത്. തൻ്റെ മുറിയിലേക്ക് കയറും മുമ്പ് അയാൾ ചെന്ന് റാം റൊണാൾഡ് കിടക്കുന്നിടത്തേക്ക് നോക്കി. അവിടെ അയാൾ സസുഖം കിടന്നുറങ്ങുന്നു. ഉറക്കം നടിച്ചു കിടക്കുന്ന അയാളുടെ മൂക്കിടിച്ചു പതുക്കുവാനുള്ള കോപം ഉണ്ടായിരുന്നെങ്കിലും തൽക്കാലം ക്ഷമിച്ചു. തിരികെ തൻ്റെ മുറിയിലെത്തി. ഫ്ലാസ്കിൽ നിന്നും അല്പം കടുംചായ പകർന്നു കുടിച്ചിട്ട് കിടക്കയിൽ വീണു. ചില മിനിറ്റുകൾക്കുള്ളിൽ ഉറക്കത്തിലേക്ക് വഴുതി പോകുകയും ചെയ്തു. അപ്പോൾ തിളക്കമുള്ള രണ്ട് കണ്ണുകൾ തകര ഷീറ്റിനടിയിലൂടെ അയാളെ നോക്കി ഗൂഢമായി മന്ദഹസിക്കുകയായിരുന്നു. അടുത്ത ദിവസം വളരെ വൈകിയാണ് കമാൻഡർ രഘുബീർ സിംഗ് ഉണർന്നത്. തലേന്നത്തെ ക്ഷീണമൊക്കെ വിട്ടുമാറിയിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന അയാൾ ആദ്യം കണ്ടത് പുറത്ത് ഒരു കസേരയിലിരുന്ന് തോക്ക് തുറയ്ക്കുന്ന റാം റൊണാൾഡിനെയാണ്. അറിയാതെ അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എങ്കിലും കോപം ഉള്ളിലൊതുക്കി പുറമേ പുഞ്ചിരി വരുത്തി. ഗുഡ് മോർണിംഗ് റൊണാൾഡ്. ഗുഡ് മോർണിംഗ്. അലക്ഷ്യഭാവത്തിലുള്ള പ്രത്യഭിവാദനം. എന്താ രാവിലെ തോക്കുമായി? ഒരു വേട്ട നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ആ ശബ്ദത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ തോന്നി. ജോലിക്കാർ അവരുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സുഖ്ദേവ് സിംഗ് അവിടെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു. രൺബീർ സിംഗ് അവിടേക്ക് ചെന്നു. എണീക്കാൻ വൈകി അല്ലേ? സിംഗ് ചിരിച്ചു. വിളിച്ചു നിർത്തേണ്ടെന്ന് വിചാരിച്ചു. നന്നായി ഇറങ്ങിക്കോട്ടെ എന്ന് മറ്റുള്ളവർ പറഞ്ഞു. ഇന്നലെ രാത്രി അയാൾ എപ്പോഴാണ് തിരികെ വന്നതെന്നറിയാമോ? സുഖ്ദേവ് സിംഗിൻ്റെ അടുത്തെത്തി അവർക്കിരുവർക്കും കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ രൺബീർ സിംഗ് തിരക്കി. എന്തോ ഞാനൊന്നും അറിഞ്ഞില്ല. രാത്രി അയാളുടെ പിന്നാലെ ഓടിത്തളർന്നത് കാരണം വേഗം ഉറങ്ങിപ്പോയി. രഘുബീർ സിംഗ് ഒന്ന് മൂളി. ഇന്നലെ രാത്രിയിൽ എവിടെ പോയിരുന്നു എന്ന് വല്ലതും തിരക്കിയോ? ഉവ്, താങ്കളുടെ മുറിയിൽ നിന്നും ഇറങ്ങിയ മനുഷ്യൻ്റെ പിന്നാലെയായിരുന്നു പോലും അയാളും. അയാൾ കുന്നു കയറിപ്പോയി എന്നാണ് റൊണാൾഡ് പറയുന്നത്. അത് ശുദ്ധ നുണ. കാരണം അജ്ഞാതൻ കുന്നിൻ്റെ ഭാഗത്തേക്കല്ല ഓടിയത്. ഞാൻ പിന്തുടർന്നതല്ലേ. ഇന്ന് അയാൾ വേട്ടയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ പിന്തുടരും. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഞാൻ കൂടി വരണോ? വേണ്ട. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് റാം റൊണാൾഡ് തൻ്റെ തോക്കും തോളിൽ വെച്ച് യാത്രയായി. അത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന കമാൻഡർ രഘുബീർ സിംഗ് അയാൾ മഞ്ഞിൽ മറഞ്ഞു കഴിഞ്ഞ ഉടനെ പിന്നാലെ പോയി. രഘുബീർ സിംഗ് പോകുന്നത് നീനാദാസ് കണ്ടു.
കുറച്ച് ദിവസങ്ങളായി അയാളെ ഒന്ന് അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയായിരുന്ന അവളും മറ്റാരും കാണാതെ ആ വഴിക്ക് യാത്രയായി. എന്നാൽ തൻ്റെ അസിസ്റ്റന്റിന്റെ രോഗം നേരത്തെ അറിയാമായിരുന്ന ഡോക്ടർ സുഖ്ദേവ് സിംഗ് ഇത് കാണുന്നുണ്ടായിരുന്നു. ഒന്ന് പുഞ്ചിരിച്ചിട്ട് അയാൾ തൊഴിലാളികൾക്കിടയിലൂടെ നടന്നു. നീനാദാസ് കുറേ ദൂരം മുന്നോട്ട് പോയെങ്കിലും കമാൻഡർ രഘുബീർ സിംഗിനെ കാണുവാൻ കഴിഞ്ഞില്ല. അവൾക്ക് വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി. ഇത്ര വേഗം ഇയാൾ എവിടെ പോയി മറഞ്ഞു? അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. കുന്നിൻ മുകളിൽ എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. അവൾ അവിടേക്ക് ശ്രദ്ധിച്ചു. മഞ്ഞിനുള്ളിൽ അതാ ഒരു മനുഷ്യൻ. അയാൾ കുന്നുകയറുന്നത് അവ്യക്തമായി കാണാം. സന്തോഷത്തോടെ അവൾ കുന്നിൻ മുകളിലേക്ക് ഓടി. ശ്രമകരമായ ഒരു ജോലിയായിരുന്നു അത്. കാൽമുട്ടോളം മഞ്ഞിൽ പുതയുന്നു. അവിടെ അവൾ അത് കണ്ടു. കൂട്ടം കൂടി നിൽക്കുന്ന കൂർത്ത മുള്ളുകളുള്ള ചെടികൾ. അവയുടെ മുള്ളുകളിൽ മഞ്ഞ് പൊതിഞ്ഞിരുന്നു. ഡോക്ടർ സുഖ്ദേവ് സാണ് ഈ ചെടിയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്നത് അവൾ ഓർത്തു. അതിൻ്റെ മുള്ളുകൾ ശരീരത്തിൽ ഒരു പോറൽ ഏൽപ്പിച്ചാൽ മതി അത് മരണത്തിന് കാരണമായി ഭവിക്കുവാൻ. അതിനാൽ വളരെ ശ്രദ്ധയോടെ അവൾ നീങ്ങി. അപ്പോഴേക്കും വീണ്ടും കുറെ കൂടി മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു ആ മനുഷ്യൻ. അവിടെ നിൽക്കുന്നേ, ഞാനും വരുന്നു, അവൾ കിതപ്പോടെ വിളിച്ചു പറഞ്ഞു. അയാൾ അത് കേട്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നു. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ആ പ്രത്യേക വികാരം പെട്ടെന്ന് അവളിൽ ഉടലെടുത്തു. മാരടങ്ങൾക്ക് വല്ലാത്ത തരിപ്പ്, ശരീരത്തിലെ പരമാണുക്കളിൽ വികാരത്തിൻ്റെ സ്ഫോടനം. അവൾ ധൃതിയിൽ മുകളിലേക്ക് കയറി. അയാൾ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു, കുന്നിൻ മുകളിൽ മഞ്ഞിലൂടെ എവിടെയോ ശ്രദ്ധിച്ചുകൊണ്ട്. അവൾ തൊട്ടു പിന്നിൽ എത്തിക്കഴിഞ്ഞു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അവൾക്ക് പരിഭവം. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് പിന്നാലെ വരുന്നു എന്ന ഓർമ്മ പോലുമില്ല. അതിന് മറുപടി എന്നോണം തിരിഞ്ഞു നോക്കാതെ തന്നെ അയാൾ പിന്നിലേക്ക് കൈനീട്ടി. വർദ്ധിച്ച ആഹ്ലാദത്തോടെ അവൾ ആ കയ്യിൽ കടന്നു പിടിച്ചു. അയാൾ അപ്പോഴേക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. നമുക്ക് ഇവിടെങ്ങാനും ഇരിക്കാമെന്നേ, അവൾ കൊഞ്ചി. അല്പം കൂടി മുകളിലെത്തിയപ്പോൾ നിരപ്പ് പോലെ തോന്നിയ ഒരു ഭാഗം കണ്ടു. നീനാദാസിൽ വികാരത്തിൻ്റെ കുതിര കടിഞ്ഞാണിളക്കി കുതിക്കുകയാണ്. പ്ലീസ്, അവളുടെ സ്വരം മഞ്ഞു പോലെ ശരീരത്തെ കുളിർപ്പിക്കുന്നതായിരുന്നു. അയാൾ നിന്നു. അവൾ പിന്നിൽ നിന്ന് അടക്കം പുണർന്നു. എത്ര ദിവസമായി ഞാൻ കൊതിക്കുന്നുവെന്നറിയാമോ? അയാൾ മെല്ലെ തിരിഞ്ഞു. അവൾ അർദ്ധനിലീമ നേത്രങ്ങൾ കൊണ്ട് വിരിഞ്ഞ മാറിടങ്ങളിൽ നോക്കി. അയാളുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ ജാക്കറ്റിൻ്റെ സിബ് അഴിയുകയായിരുന്നു. അയാളുടെ കവിളിൽ ഒരു ചുംബനം നൽകുവാൻ അവൾ മുഖമുയർത്തി. ഒരു നടുക്കം. അത് ഉഗ്രനൊരു അലർച്ചയായി മാറി. നീനാദാസിൻ്റെ അലർച്ച ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. കാരണം വെളുത്ത ഗ്ലൗസ് അണിഞ്ഞ അയാളുടെ കൈപ്പത്തികളിൽ ഒന്ന് അവളുടെ മുഖത്ത് അമർന്നു കഴിഞ്ഞിരുന്നു. നീന കണ്ണുകൾ ഇറുക്കിയടച്ചു. കാരണം ആ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. മുഖത്തെ തൊലി മുഴുവൻ അഴുകി ഇറുന്നു തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടെ ചോര ഒലിച്ചു വരുന്നത് പോലെ. ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്ന രൂപഭാവം. പക്ഷേ അതൊരു മുഖംമൂടിയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ആ കൈപ്പടിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ആകുന്നത്ര ശ്രമിച്ചു നോക്കി. കഴിഞ്ഞില്ല. പിടി കൂടുതൽ മുറുകുകയാണ്. തൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങും പോലെ തോന്നി അവൾക്ക്. അയാൾ അവളെ തറയിലേക്ക് അമർത്തി. മൃഗീയ ശക്തിയിൽ ആ മുഴുത്ത മാറിടങ്ങൾ ഞെരിച്ചമർത്തി. വേദനയോടെ പിടഞ്ഞുപോയി നീന. അവളുടെ വികാരം നിശേഷം വറ്റി. പകരം ഭീതി വലയം ചെയ്തു കഴിഞ്ഞിരുന്നു. മഞ്ഞുപാളികളിലെ കൊടും തണുപ്പ് തൻ്റെ മേനിയിലേക്ക് അരിച്ചു കയറുന്നത് അവൾ അറിഞ്ഞു. അപ്പോൾ അതിലും തണുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് അവളുടെ നിഗൂഢതകളിൽ അരിച്ചു നടക്കുകയായിരുന്നു ആ വെളുത്ത ഗ്ലൗസ് അണിഞ്ഞ കൈപ്പത്തികളിൽ ഒന്ന്. മറ്റേ കൈ അപ്പോഴും അവളുടെ മുഖത്ത് അമർന്നിരിക്കുകയാണ്. ഇയാളുടെ മുന്നിൽ എതിർത്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അവൾക്ക് ഉറപ്പായി. അതുമാത്രമല്ല, ഒരു പുരുഷനെ അവൾ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുത്ത നിമിഷങ്ങളായിരുന്നു അത്. അവിടെ വെച്ച് അവളെ അയാൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. അതിനിടെ പല്ലു ഞെരിച്ചുകൊണ്ട് അയാൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പുതിയ കാമുകനെ തേടി എത്തിയവളല്ലേ നീ? ഇനിയും നിന്റെ ഈ ഒടുങ്ങാത്ത കാമത്തിന് ആരും ഇരയായിക്കൂടാ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ വേഴ്ചയാണിത്. രക്തം മരവിക്കും പോലെ അവളത് കേട്ട് കിടന്നു. ഈ ശബ്ദം തനിക്ക് വളരെ പരിചയമുള്ളതുപോലെ. പക്ഷേ ആ വെപ്രാളത്തിനുമിടയിൽ അത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവൾ ആ ക്ഷണം അമ്പരന്ന് പോയേനെ. മുഖംമൂടി വലിച്ചു മാറ്റാനുള്ള അവളുടെ ശ്രമവും പരാജയപ്പെട്ടു. മരണത്തിൻ്റെ ഗന്ധം നീനദാസിന് അനുഭവപ്പെട്ടു. അവൾ അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അയാളെ തള്ളിമാറ്റി ചാടി എണീറ്റു. താഴേക്ക് കുതിക്കുവാൻ ഭാവിക്കുമ്പോൾ അയാൾ ചാടിപ്പിടിച്ചു. ഇരുവരും വേച്ചുപോയി. മഞ്ഞിന് മുകളിലൂടെ നീനദാസും അജ്ഞാതനും താഴേക്ക് നിരങ്ങിപ്പോയി. കുറ്റിച്ചെടികളിൽ അവളുടെ വസ്ത്രം മുടുക്കി. ഏതാണ്ട് 50 അടിയോളം താഴെയാണ് അവർ എത്തിയത്. അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരുന്നു. അജ്ഞാതൻ എണീറ്റു. അവൾ തറയിൽ നിന്നും എണീറ്റില്ല. അയാളുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. അയാൾ അവളെ പിടിച്ചമർത്തി നെറ്റിയിൽ തോക്ക് മുട്ടിച്ചു. ഗുഡ് ബൈ നീന. നീനദാസിൻ്റെ പൂച്ചക്കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. മുന്നിൽ മരണം. പെട്ടെന്ന് പിന്നിൽ ഒരു മുരൾച്ച. ഇരുവരും നടുങ്ങിത്തിരിഞ്ഞു. പിന്നിലെ കുറ്റിക്കാട്ടിൽ ചലനം. അവർ വിറച്ചുപോയി. ഒരു കൂറ്റൻ ഹിമക്കരടി അത് അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടി. അത് വായ തുറന്നപ്പോൾ രക്തവർണ്ണമായ നാക്കും കൂർത്ത പല്ലുകളും അവർ കണ്ടു. അജ്ഞാതനും പരിഭ്രമിച്ചു പോയി. ആ ജന്തു 2 കാലിൽ ഉയർന്നു. പെട്ടെന്ന് അയാൾ അവളെ കറക്കി അതിനു നേരെ എറിഞ്ഞു. കരടിയുടെ കൈകളിൽ നീനദാസ് പിടയുകയാണ്.
പ്ലീസ് ഹെൽപ്പ് മീ, അവൾ യാചിച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. അയാൾ അതിവേഗം കുന്നുകയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. കരടിയുടെ കൂർത്ത പല്ലുകളിൽ നീനയുടെ മാംസം മുറുകി. അവളുടെ ചോരത്തുള്ളികൾ മഞ്ഞിൽ ചിതറി വീണു. പുരുഷന്മാരെ കീഴടക്കുന്നതിൽ എന്നും ഹരമായിരുന്ന ആ സുന്ദരിയെ കരടി കടിച്ചു കീറുകയാണ്. അവളുടെ അവസാനത്തെ പിടച്ചിലും നിലവിളിയും അവസാനിച്ചപ്പോൾ കരടി വളരെ സാവധാനം ആ മാംസം രുചിയോടെ തിന്നുവാൻ തുടങ്ങി. കഴിഞ്ഞ 1 മണിക്കൂറോളമായി കമാൻഡർ രഘുബീർ സിംഗ് റാം റൊണാൾഡിനെ തേടി അലയുവാൻ തുടങ്ങിയിട്ട്. കുറേ ദൂരത്തോളം അയാൾ തൻ്റെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് മഞ്ഞിൽ ലയിച്ചു ചേർന്നതുപോലെ അപ്രത്യക്ഷമായി. ഒരുപക്ഷെ താൻ പിന്നാലെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാവും ആ രക്ഷപ്പെടൽ എന്ന് അയാൾക്ക് തോന്നാതിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മഞ്ഞിനിടയിൽ എവിടെയെങ്കിലും തൻ്റെ നേർക്ക് ഒരു ലോഹക്കുഴൽ നീണ്ടിരിപ്പുണ്ടാവും. അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അറിയാത്ത ഒരു തരിപ്പ് തൻ്റെ നട്ടെല്ലിൽ ഉണ്ടായതുപോലെ തോന്നി കമാൻഡർ രഘുബീർ സിംഗിന്. പെട്ടെന്നാണ് ഒരു വെടിയൊച്ച കേട്ടത്. താൻ നിൽക്കുന്നതിന് വടക്ക് ഭാഗത്തു നിന്നും. ഇടയ്ക്ക് ഒരു തവണ സൂര്യനെ കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അയാൾക്ക് ദിക്ക് മനസ്സിലായത്. തൻ്റെ നേരെ വെടിയുണ്ട പാഞ്ഞു വന്നിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പായി. അതിനർത്ഥം റാം റൊണാൾഡ് വേട്ടയാടുകയാണെന്നാണ്. അയാൾ വെടിയൊച്ച കേട്ട ഭാഗം ലാക്കാക്കി നടക്കുമ്പോൾ ഒരു വെടി കൂടി കേട്ടു. രഘുബീർ സിംഗിൻ്റെ കാലുകൾക്ക് വേഗതയേറി. ഗുഹയ്ക്ക് മുന്നിൽ രഘുബീർ സിംഗ് നിന്നു. കഴിഞ്ഞ അരമണിക്കൂറുകളായി അയാൾ കാണുന്ന 3ാമത്തെ ഗുഹയാണിത്. കഴിഞ്ഞ 2 ഗുഹകളിലും അയാൾ കയറി സൂക്ഷ്മ പരിശോധന നടത്തി. ഒരെണ്ണത്തിൽ അടുത്ത കാലത്തെങ്ങോ വിറക് കത്തിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റൊരെണ്ണത്തിൽ പൈൻ മരങ്ങളുടെ ചെറിയ ശിഖരങ്ങളും കരിയിലകളും കിടപ്പുണ്ടായിരുന്നു. അടുത്തതിൽ ഏതോ ഒരു ജന്തുവിൻ്റെ കാഷ്ടങ്ങളുണ്ടായിരുന്നു. നീണ്ട രോമങ്ങളും. ഒരുപക്ഷെ അതൊരു ഹിമക്കരടിയുടെ താവളമാണോ എന്നുള്ള സംശയം തോന്നിയതിനാൽ വേഗം പിൻവാങ്ങുകയായിരുന്നു. വെടിയച്ച കേട്ട ഭാഗത്തേക്ക് നടക്കുന്നതിനിടയിലാണ് അയാൾ ഈ ഗുഹ കാണുവാനിടയായത്. 3ാമത്തെ ഗുഹയിലേക്ക് അയാൾ കയറി. പ്രഥമ ദൃഷ്ട്യാ തന്നെ അയാൾ കണ്ടു കല്ലുകളിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികൾ. റിവോൾവറിൽ കൈവച്ചുകൊണ്ട് മിടിക്കുന്ന ഹൃദയത്തോടെ അകത്തേക്ക് കയറി. അവിടെ ഒരു ഉയർന്ന കല്ലിൽ പകുതിയിലധികം എരിഞ്ഞു തീർന്ന മെഴുകുതിരി. തറയിൽ കുറേ ചുരുട്ടിൻ്റെ എരിഞ്ഞ ഭാഗങ്ങൾ. അതിനൽപ്പം ഇപ്പുറത്ത് തറയിൽ തളം കെട്ടിക്കിടക്കുന്ന ചോര. അതും ഉണങ്ങിയിരുന്നു. പിന്നെ മറ്റൊന്നുകൂടി കണ്ടു. ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന തരം വസ്ത്രങ്ങൾ ചുരുട്ടി ഒരു കല്ലിനിടയിൽ തിരുക്കി വച്ചിരിക്കുന്നു. രഘുബീർ സിംഗ് അവ വലിച്ചു പുറത്തിട്ടു. അവയിലും ചോരപ്പാടുകളുണ്ടായിരുന്നു. 4 പറവകളുമായാണ് ഡോക്ടർ റാം റൊണാൾഡ് തിരികെ എത്തിയത്. ഏതാണ്ട് 10 കിലോയിൽ അധികം തൂക്കം വരുമായിരുന്നു അതിന്. അപ്പോൾ ഡോക്ടർ സുഖ്ദേവ് സിംഗും അയാളുടെ അരികിലേക്ക് വന്നു. ഇന്ന് കോളടിച്ചല്ലോ. ആ പിന്നെ നീന റൊണാൾഡിൻ്റെ കൂടെ വന്നിരുന്നോ? ഇല്ല. എന്തേ? ഇവിടെ എങ്ങും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. താൻ വേട്ടയ്ക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ അവളും പിന്നാലെ വരുന്നത് ഞാൻ കണ്ടിരുന്നു. അതെയോ? എങ്കിൽ വഴിതെറ്റി വല്ലയിടങ്ങളിലും അലയുകയാവും. സാരമില്ല, അവളിങ്ങ് വരും. പറവകളെ ജോലിക്കാരൻ എടുത്തുകൊണ്ടുപോയി റാം റൊണാൾഡ് അകത്തേക്ക് നടന്നു. പിന്നെയും കുറേ നേരം കഴിഞ്ഞാണ് കമാൻഡർ രഘുബീർ സിംഗ് തിരികെ എത്തിയത്. അപ്പോൾ ക്യാമ്പിലുള്ളവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഡോക്ടർ റാം റൊണാൾഡ് കൊണ്ടുവന്ന പറവകളെ അപ്പോഴേക്കും വേവിച്ചു കഴിഞ്ഞിരുന്നു. താങ്കൾക്കും ഇരിക്കാം പറഞ്ഞിട്ട് സുഖ്ദേവ് സിംഗ് അയാൾ വന്ന ഭാഗത്തേക്ക് നോക്കി. എന്താ ഡോക്ടർ ശ്രദ്ധിക്കുന്നത്? നീനാദാസ് അവളെവിടെ? അവളും റൊണാൾഡിൻ്റെ പിന്നാലെ പോയിരുന്നു. രഘുബീർ സിംഗിൻ്റെ നെറ്റി ചുളിഞ്ഞു. പക്ഷേ റൊണാൾഡ് അവളെ കണ്ടിട്ടില്ല. ക്യാമ്പിലുണ്ടായിരുന്നവരിൽ പലരും റാം റൊണാൾഡിനെ സംശയത്തോടെ നോക്കി. അയാൾ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേയല്ല എന്ന രീതിയിൽ. എല്ലാവരും ഭക്ഷണശേഷം വിശ്രമിക്കുമ്പോൾ സുഖ്ദേവ് സിംഗ് രഘുബീർ സിംഗിനോട് സ്വകാര്യമായി പറഞ്ഞു, താങ്കളുടെ പിന്നാലെയാണ് അവൾ വന്നത്. രഘുബീർ സിംഗ് അയാളെ പിന്തുടർന്ന വിവരം പുറത്തു വരാതെ ഇരിക്കാനാണ് റാം റൊണാൾഡിൻ്റെ പിന്നാലെയാണ് അവൾ പോയതെന്ന് ഞാൻ പറഞ്ഞത്. രഘുബീർ സിംഗ് അമ്പരന്നിരുന്നു പോയി. ഇനി തൻ്റെ കണ്ണുവെട്ടിച്ച് റാം റൊണാൾഡ് അവളുടെ അരികിൽ എത്തിയിരിക്കുമോ? റൊണാൾഡ് വീണ്ടും പുറത്തേക്ക് പോകുന്നത് കണ്ടു. എവിടേക്കാണ്? വേഗത്തിൽ മുന്നോട്ട് ചെന്നുകൊണ്ട് രഘുബീർ സിംഗ് തിരക്കി. നീനയെ കണ്ടുപിടിക്കണം, ഉറച്ച ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. നിങ്ങൾ പോകണമെന്നില്ല, ഞാൻ തിരയാം. താങ്കളും തിരഞ്ഞോളൂ, പക്ഷേ ഇതെൻ്റെ വഴി. അയാൾ നടന്നു കഴിഞ്ഞു. രഘുബീർ സിംഗ് ആ പോക്ക് നോക്കി മിഴിച്ചു നിന്നു. സന്ധ്യയ്ക്ക് തൊട്ട് മുമ്പാണ് റാം റൊണാൾഡ് തിരികെ എത്തിയത്. അയാളുടെ കൈവശം നീനയുടെ വസ്ത്രത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു. എന്തോ അപകടം പിണഞ്ഞുവെന്ന് ഉറപ്പാണ്, വസ്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. തറയിൽ കുറേയേറെ ചോര കട്ട പിടിച്ചിട്ടുണ്ട്. ആരും മറുപടി പറഞ്ഞില്ല. ഡോക്ടർ സുഖ്ദേവ് സിംഗ് റാം റൊണാൾഡിനെ തുറച്ചു നോക്കി. ആ നോട്ടത്തിൽ പലതും അടങ്ങിയിരുന്നു. അന്ന് രാത്രി ക്യാമ്പിൽ ഉള്ളവർ തന്നെ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യമറിയാതെ റാം റൊണാൾഡ് സുഖമായി ഉറങ്ങി. പക്ഷേ മറ്റുള്ളവരാരും ഉറങ്ങിയിരുന്നില്ല. മാർട്ടിൻ പെരേര ഭാര്യയെ നോക്കി. ഗ്ലാഡിസ്, നീ സൂക്ഷിച്ചു കൊള്ളണം. എനിക്കെന്തോ റാമിനെ തീരെ വിശ്വാസമില്ലാതെയായിരിക്കുന്നു. ഈ കാരണം പറഞ്ഞു തന്നെ നമുക്ക് ഇവിടെ നിന്നും തിരിച്ചു പോയാലോ? അതേതായാലും നടക്കില്ല. കമാൻഡർ പിന്നെ എന്താണ് റൊണാൾഡിനെ അറസ്റ്റ് ചെയ്യാത്തത്? അറിയില്ല. മറ്റൊരിടത്ത് നിക്കോളാസും അലക്സാണ്ടർ മൈമൂണും.
ഇതിപ്പോൾ അറിയാൻ കാരണം ഡോക്ടർ സുഖ്ദേവ് സിംഗ് കണ്ടതുകൊണ്ടല്ലേ? ഇതുപോലെ തന്നെയാവും ഹേമാംബികയ്ക്കും സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയെങ്കിലും അയാൾ അവളെ വശീകരിച്ചിരിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരിക്കും. ഇതൊന്നുമല്ലെങ്കിൽ എന്നെ ബോധം കെടുത്തിയിട്ട് അവളെ കൊണ്ടുപോയി കൊന്നിരിക്കും. എന്നാലും എനിക്കതങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിക്കോളാസ് മരിയ ചൗധരിയെ ഒന്ന് നോക്കിയിട്ട് സത്യം പറഞ്ഞു. താൻ വിശ്വസിക്കേണ്ട. അലക്സാണ്ടർ മൈമോൺ മരിയയെ നോക്കി. മരിയെ സൂക്ഷിക്കണം. അവൾ തലയനക്കി. മറ്റൊരിടത്ത്, രഘുവീർ, താങ്കൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വരും, ഡോക്ടർ സുഖ്ദേവ് സിംഗ് തീർത്ത് പറഞ്ഞു. ഇനി ഏതായാലും അയാളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല ഡോക്ടർ. അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അയാളുടെ താവളം ഞാൻ കണ്ടുപിടിച്ചു. റിയലി? യെസ്. എവിടെയാണത്? കുന്നിൻ ചെരുവിലെ ഗുഹയിൽ. അയാൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലിനി വച്ച് താമസിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യണം. ധൃതി പിടിക്കാതെ. രഘുവീർ സിംഗ് ഒരു ചുറ്റിനും തീ കൊളുത്തി പുക ആസ്വദിച്ചു. സമയം രാത്രി 11 മണി കഴിഞ്ഞു. ക്യാമ്പിൽ കനത്ത നിശബ്ദതയാണ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ റാം റൊണാൾഡ് സാവധാനം എണീറ്റ് പുറത്തു വന്നു. തൻ്റെ സമീപത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മെല്ലെ സുഖ്ദേവ് സിംഗിൻ്റെ മുറിക്ക് നേരെ നീങ്ങി. പെട്ടെന്ന് സുഖ്ദേവ് സിംഗിൻ്റെ മുറിയുടെ വാതിലും തുറക്കപ്പെട്ടു. പുറത്തേക്ക് നോക്കിയ ഡോക്ടർ തൻ്റെ മുന്നിൽ നിൽക്കുന്ന റാം റൊണാൾഡിനെ കണ്ടു ഞെട്ടി. അതേ അവസ്ഥ തന്നെയായിരുന്നു റൊണാൾഡിനും. ഡോക്ടർ സുഖ്ദേവ് സിംഗും ഡോക്ടർ റാം റൊണാൾഡും മുഖാമുഖം നോക്കി. രണ്ടുപേർക്കും എന്തു പറയണമെന്നറിയാത്ത അവസ്ഥ. റൊണാൾഡിൻ്റെ കൈവശം റിവോൾവർ ഇരിക്കുന്നത് കണ്ട് സുഖ്ദേവ് സിംഗ് പരുങ്ങി. ഇവിടെ വെച്ച് ഇയാൾ തന്നെ വെടിവെച്ച് വീഴ്ത്തിയാൽ മറ്റാരും കാണുന്നതിന് മുമ്പ് വേണമെങ്കിൽ രക്ഷപ്പെടാം. റാം റൊണാൾഡിൻ്റെ കണ്ണുകൾ സുഖ്ദേവ് സിംഗിൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു. അറിയാതെ സുഖ്ദേവ് സിംഗിൻ്റെ ഹൃദയത്തിൽ ഒരു പിടച്ചിലുണ്ടായി. പക്ഷേ പെട്ടെന്ന് ആ ഭാവം മാറ്റി. എന്താ ഡോക്ടർ? റാം റൊണാൾഡിന് നേരെ തിരക്കി. ഇവിടെ ആരോ നടക്കുന്നത് പോലെ തോന്നി. അത് നോക്കുവാൻ ഇറങ്ങിയതാണ്. താങ്കളോ? ഞാനും അത് തന്നെ. ആ ശബ്ദം ഞാനും കേട്ടിരുന്നു. ഐ സി. അപ്പോൾ ആരോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുറപ്പാണ്. ചുറ്റുപാടും ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ശ്രദ്ധിച്ചിട്ട് റാം റൊണാൾഡ് തൻ്റെ മുറിയിലേക്ക് പോയി. സുഖ്ദേവ് സിംഗും വാതിലടച്ചു. എന്നാൽ ഇരുവർക്കും അറിയാമായിരുന്നു തങ്ങൾ പറഞ്ഞത് സത്യമല്ലെന്ന്. റാം റൊണാൾഡ് എന്ത് ചെയ്യുകയെന്ന് അറിയുവാനായിരുന്നു സുഖ്ദേവ് സിംഗ് പുറത്തേക്കിറങ്ങിയത്. അതുപോലെ തന്നെ സുഖ്ദേവ് സിംഗ് ഉറങ്ങിയോ എന്ന് നോക്കാനായിരുന്നു റാം റൊണാൾഡും പുറത്തേക്ക് വന്നത്. ഏതായാലും ആ രാത്രിയിൽ രണ്ടുപേർക്കും ഉറക്കമില്ലായിരുന്നു. റൊണാൾഡ് തന്നെ വധിക്കാനാണ് വന്നതെന്ന് സുഖ്ദേവ് സിംഗ് തീർത്തും വിശ്വസിച്ചു. നേരം പുലർന്നപ്പോൾ സുഖ്ദേവ് സിംഗ് ആദ്യം ചെയ്തത് ഈ വിവരം കമാൻഡർ രഘുബീർ സിംഗിനെ അറിയിക്കുകയായിരുന്നു. മിഴിച്ചിരുന്നു പോയി രഘുബീർ സിംഗ്. അയാൾക്ക് സംസാരിക്കുവാൻ കൂടി കഴിഞ്ഞില്ല. എന്തോ വെളിപാടുണ്ടായതുപോലെയാണ് അപ്പോൾ റാം റൊണാൾഡ് എന്ത് ചെയ്യുകയാണെന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയത്. വാതിൽ തുറന്നതും ഹോ, അപ്പോഴത്തെ ആ മാനസികാവസ്ഥ പറഞ്ഞാൽ താങ്കൾക്ക് പിടികിട്ടുകയില്ല. അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒന്നാണ്. ഡോക്ടർ സുഖ്ദേവ് സിംഗിൽ നിന്നും ഇപ്പോഴും ഭീതി നിശേഷം വിട്ടുമാറിയിട്ടില്ലെന്ന് കമാൻഡർക്ക് മനസ്സിലായി. ഇനി താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അയാളെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം, രഘുബീർ സിംഗ് ഉറപ്പു നൽകി. ഒരു ആശ്വാസത്തിലാണ് അയാൾ മുറിക്ക് പുറത്തു വന്നത്. എന്നാൽ തൊട്ടുമുന്നിൽ നിന്നിരുന്ന ആളിനെ കണ്ടപ്പോൾ ആശ്വാസത്തിൻ്റെ സ്ഥാനത്ത് ഇടിമുഴക്കങ്ങളുണ്ടായി. റാം റൊണാൾഡ്. അയാളുടെ കയ്യിൽ ഇരട്ടക്കുഴൽ തോക്ക്. തുറച്ച കണ്ണുകൾ കൊണ്ട് അയാൾ സുഖ്ദേവ് സിംഗിനെ നോക്കി. പിന്നെ ചിരിച്ചു. കൊലച്ചിരി പോലെ സുഖ്ദേവ് സിംഗിന് തോന്നി. ഇന്നലെ രാത്രിയിൽ ആരുടെയോ പാദപതന ശബ്ദം കേട്ട കാര്യം അയാളോട് പറയുകയായിരുന്നോ? റാം റൊണാൾഡ് തിരക്കി. അതെ, ഞാനത് കമാൻഡറോട് പറഞ്ഞു. സുഖ്ദേവ് സിംഗ് പെട്ടെന്ന് അവിടെ നിന്നും നടന്നു മാറി. എങ്ങനെയെങ്കിലും അയാളുടെ മുന്നിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളായിരുന്നു സുഖ്ദേവ് സിംഗിന്. അയാളുടെ ധൃതി പിടിച്ച പോക്ക് നോക്കി റാം റൊണാൾഡ് നിന്നു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവമാറ്റമുണ്ടായി. ബസ്റ്റാർഡ്. പല്ലുകൾ ഞെരിച്ചമർത്തി റാം റൊണാൾഡ് പിറുപിറുത്തു. താനും രഘുബീർ സിംഗും തമ്മിൽ സംസാരിച്ചതത്രയും റാം റൊണാൾഡ് കേട്ടിട്ടുണ്ടാവുമെന്ന് ഡോക്ടർ സുഖ്ദേവ് സിംഗിന് ഉറപ്പുണ്ടായിരുന്നു. അയാൾ ഒളിച്ചു നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഡോക്ടർ സുഖ്ദേവ് സിംഗിൻ്റെ തലച്ചോറിൽ അപകടത്തിൻ്റെ കുഴൽവിളി ഉയരുകയായിരുന്നു. പ്രഭാത ഭക്ഷണ സമയത്തും അവർ ഇരുവരും മുഖാമുഖം നോക്കിയതുമില്ല, സംസാരിച്ചുമില്ല. കമാൻഡർ രഘുബീർ സിംഗ് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. അതേപോലെ മറ്റൊരു കാര്യവും അയാൾ മനസ്സിലാക്കി. മറ്റുള്ളവരെല്ലാം റാം റൊണാൾഡിനോട് ഒരു തരം അകലം ഭാവിക്കുന്നു. ഭക്ഷണശേഷം റാം റൊണാൾഡ് അവിടെ നിന്നും മാറിയപ്പോൾ അയാൾ എല്ലാവരോടും പറഞ്ഞു, ആരും റൊണാൾഡിനോട് അകലം ഭാവിക്കുകയോ സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ പോലുമരുത്. അങ്ങനെ വന്നാൽ അത് ഒരുപക്ഷെ ഏറെ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയുള്ളൂ. നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ഭാവിക്കുകയാണ് വേണ്ടത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെ അയാളോട്? അലക്സാണ്ടർ മൈമോൺ പൂർത്തിയാക്കുവാൻ രഘുബീർ സിംഗ് അനുവദിച്ചില്ല. കൈകൊണ്ട് വിലക്കിയിട്ട് പറഞ്ഞു. അതൊക്കെ ശരി തന്നെ. അയാളെ ഇപ്പോഴും നിങ്ങൾ പഴയ രൂപത്തിൽ കാണുന്നതായി അഭിനയിക്കണം, അത്ര തന്നെ. നമ്മുടെ ലക്ഷ്യങ്ങൾ വിജയിക്കണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. പണിക്കാർ തങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടു. ഇനി ഏറിയാൽ 10 ദിവസം. അതിനുള്ളിൽ ലാബോറട്ടറിയുടെ പണി പൂർത്തിയാകും. പെട്ടെന്ന് ഡോക്ടർ സുഖ്ദേവ് സിംഗ് രഘുബീർ സിംഗിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ആ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് റാം റൊണാൾഡ്.
അദ്ദേഹം കൈ ചൂണ്ടി. ഇനിയുള്ള പരിപാടി എന്താണെന്ന് അറിയില്ലല്ലോ. ഞാനും പിന്തുടരുകയാണ്. രഘുവീർ സിംഗിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സുഖ്ദേവ് സിംഗ് പോയി കഴിഞ്ഞിരുന്നു. നേരം രാത്രി. മുഖംമൂടി ധരിച്ച ഒരു ആജാനുബാഹുവായ മനുഷ്യൻ കുന്നിൻ മുകളിലെത്തി. അവിടെ നിന്നുകൊണ്ട് അയാൾ താഴേക്ക് നോക്കി. ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും ലബോറട്ടറിയുടെ സ്ഥാനം അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. അയാൾ വെളുത്ത കയ്യുറകൾ ധരിച്ചിരുന്നു. ഗാംബൂട്ട്സിനുള്ളിലേക്ക് പാൻസിൻ്റെ അഗ്രം ശരിക്ക് കടത്തിയുറപ്പിച്ചിട്ട് സിബ് വലിച്ചിട്ട് ബൂട്ട്സ് മുറുക്കി. പിന്നെ കീശയിൽ നിന്നും പെൺടോർച്ച് പോലെ ഒരു ഉപകരണം പുറത്തെടുത്തു. താൻ നിന്നിരുന്ന ഭാഗത്തു നിന്നും ഉദ്ദേശം 50 മീറ്റർ അകലെ ലക്ഷ്യം വരത്തക്കവണ്ണം അയാൾ ആ ഉപകരണം ലക്ഷ്യം വെച്ചിട്ട് ബട്ടൺ അമർത്തി. ഒരു നിമിഷം അതിൽ നിന്നും ഇളം നീലനിറം കലർന്ന ജ്വാല മുന്നോട്ട് പാഞ്ഞു. അത് കടന്നുപോയ ഭാഗത്തെ ബർച്ചുമരങ്ങൾ ചൂട്ടുപോലെ കത്തിയെരിഞ്ഞു. അത്യന്താധുനികമായ സ്റ്റീറോയിഡ്സ് ആയിരുന്നു അത്. അത് പതിച്ച ഭാഗത്തെ മഞ്ഞ് വർദ്ധിച്ച താപമേറ്റ് പെട്ടെന്ന് ഉരുകുവാൻ തുടങ്ങി. ഒരു സെക്കൻഡ് അത് നോക്കി നിന്ന ശേഷം മുഖം മൂടി പിന്തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഉരുകിയ മഞ്ഞ് ഒരണക്കെട്ട് പൊട്ടിയതുപോലെ ഉരുകാത്ത മഞ്ഞിനെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് താഴേക്ക് കുതിക്കാൻ തുടങ്ങി. ആവലാഞ്ച്. ഒരു ഭൂകമ്പം ഉണ്ടായ പ്രതീതിയായിരുന്നു അവിടെ. അത് കടന്നുപോയി കഴിയുമ്പോൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലബോറട്ടറിയും അവിടെയുള്ള ആൾക്കാരും ഒന്നും തന്നെ അവശേഷിക്കില്ലെന്ന് അജ്ഞാതന് അറിയാമായിരുന്നു. റാം റൊണാൾഡ് പോയ ഭാഗത്തേക്ക് സുഖ്ദേവ് സിംഗും പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ രഘുവീർ സിംഗും അവിടേക്ക് തന്നെ യാത്രയായി. അയാൾ ഏതാണ്ട് 10 മിനിറ്റ് സഞ്ചരിച്ചു കാണും. പെട്ടെന്ന് മുകളിൽ എന്തൊക്കെയോ തകരുന്നതുപോലെയുള്ള ശബ്ദങ്ങൾ കേട്ടു. രഘുവീർ സിംഗ് ഞെട്ടിത്തിരിഞ്ഞ് അവിടേക്ക് നോക്കി. ഹൃദയത്തിൽ ഒരു വിറയൽ. മുകളിൽ നിന്നും കുതിച്ചു ചാടുകയാണ് മഞ്ഞുപാളികൾ. ആവലാഞ്ച്. സെക്കൻഡുകൾക്കുള്ളിൽ ലബോറട്ടറിയും ആൾക്കാരും കടലിൽ പതിക്കും. എന്ത് ചെയ്യണമെന്ന് രഘുവീർ സിംഗിന് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ലബോറട്ടറിയുടെ അരികിൽ നിൽക്കുന്നവർ കേൾക്കില്ല. മരണം ഗ്രസിച്ചു കഴിയുമ്പോഴേ അവർ അറിയൂ. അങ്ങനെ വന്നാൽ ഭാരതത്തിന് അതൊരു തീരെ നഷ്ടമായിരിക്കും. പെട്ടെന്ന് വളരെ ധൃതിയിൽ രഘുവീർ സിംഗിൻ്റെ തലച്ചോറിൽ വെളിച്ചം പരന്നു. ഒരു പരീക്ഷണം, അത്രമാത്രം. അയാൾ കീശയിൽ കൈയിട്ടു. ഒരു പ്രത്യേകതരം തോക്ക് കയ്യിലെടുത്തു. എന്നിട്ട് ഇടതുഭാഗത്തേക്ക് വളരെ വേഗം ഓടി. അവിടേക്ക് ഒരു ചരിവുണ്ടായിരുന്നു. ഓടുന്നതിനിടെ അയാൾ ആ തോക്ക് പിന്നിലേക്ക് തിരിച്ച് ട്രിഗർ അമർത്തി. അതിൽ നിന്നും കടും ചുവപ്പ് നിറമുള്ള രശ്മികൾ മഞ്ഞിൽ പതിച്ചു. നേരത്തെ അജ്ഞാതൻ പ്രയോഗിച്ചതിനേക്കാൾ ശക്തിയുള്ള രശ്മികൾ. കടും താപമേറ്റ് മഞ്ഞുപാളികൾ ഉരുകുന്നു. മുകളിൽ നിന്നും കുതിച്ചെത്തുന്നതിനേക്കാൾ ശക്തമായ മറ്റൊരു ആവലാഞ്ച്. അത് രഘുബീർ സിംഗ് പോയ ഭാഗത്തേക്ക് തന്നെ കുതിക്കാൻ തുടങ്ങി. രഘുബീർ സിംഗ് തിരിഞ്ഞു നോക്കി. തന്നെ കൂടി വിഴുങ്ങുവാൻ വായ് പിളർന്ന് എത്തുകയാണ് മഞ്ഞുപാളികൾ. ഒരു മഞ്ഞുമല ഇടിഞ്ഞു വരുന്നത് പോലെ. അപകടം. രഘുബീർ സിംഗിന് അത് ബോധ്യമായി. അയാൾ ചരിവ് കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് ഓടിമാറി. തൻ്റെ കാൽക്കീഴിൽ ചലനം അയാൾ ഒന്ന് കൂട്ടി കരണം മറിഞ്ഞ് 5 അടിയോളം മുന്നിലെ മഞ്ഞുപാളിയിൽ കാൽ കുത്തി. ആ ക്ഷണം പിന്നിൽ അയാൾ ചവിട്ടിയ മഞ്ഞുപാളിയുൾപ്പെടെ അടർന്ന് താഴേക്ക് പോയിരുന്നു. ഒരു നിമിഷത്തിൻ്റെ 100-1 സമയം കൊണ്ടുള്ള രക്ഷപ്പെടൽ. വീണ്ടും വീണ്ടും മഞ്ഞുപാളികൾ അടർന്ന് ഒഴുകി പോവുകയാണ്. അയാളുടെ കാലുകൾക്ക് വേഗതയേറി. ഈ സമയം മുകളിൽ നിന്നും കുതിച്ചു വന്നുകൊണ്ടിരുന്ന ആവലാഞ്ച് രണ്ടാമത്തെ ആവലാഞ്ചുമായി സ്പർശിച്ചു. ആദ്യത്തേത് രണ്ടാമത്തേതുമായി ഇടകലർന്നൊഴുകി. അങ്ങനെ ആദ്യത്തെ ആവലാഞ്ചിൻ്റെ ദിശ മാറി. ദൂരെ താഴേക്ക് പോകേണ്ടത് വലത്തേക്ക് തിരിഞ്ഞ് ഒഴുകിപ്പോയി. ഒരു വലിയ ദുരന്തം അങ്ങനെ ഒഴിവായി. താഴെ ലബോറട്ടറിയുടെ അരികിൽ നിന്നവർ ഈ സംഭവം അറിഞ്ഞതേയില്ല. ആശ്വാസത്തോടെ ഒരു പാറയുടെ മുകളിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് സിഗരറ്റ് പുകയ്ക്കുകയായിരുന്നു അപ്പോൾ കമാൻഡർ രഘുവീർ സിംഗ്. യാതൊരു തരത്തിലും ഈ ഭാഗത്ത് ആവലാഞ്ച് ഉണ്ടാകാനിടയില്ല. ഭൂമിശാസ്ത്രപരമായി അങ്ങനെയാണ് കിടപ്പ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ശത്രുവിൻ്റെ കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കമല്ലേ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞിട്ട് അയാൾ എണീറ്റു. ഏതായാലും ഈ ആവലാഞ്ചിൻ്റെ ഉറവിടം ഒന്ന് കണ്ടെത്തണം. അയാൾ ആവലാഞ്ചുണ്ടായ ഭാഗത്തിന് അല്പം അകലെ കൂടി മുകളിലേക്ക് നടന്നു. ഒഴുകിപ്പോയ ഭാഗത്തിന് ഇരുവശത്തു നിന്നും അപ്പോഴും ഹിമപാളികൾ ഗർത്തത്തിലേക്ക് അടർന്നു പതിക്കുന്നുണ്ടായിരുന്നു. കുറെ മുകളിലെത്തിയ കമാൻഡർ രഘുബീർ സിംഗ് പെട്ടെന്ന് അത് കണ്ടു. ഒരു മനുഷ്യൻ മഞ്ഞിലൂടെ ഓടുന്നു. വെളുത്ത ഗ്ലൗസുകളാണ് ധരിച്ചിരിക്കുന്നത്. ശത്രു. തന്നെ കണ്ടുകൊണ്ടുള്ള രക്ഷപ്പെടലാണത്. അയാൾ റിവോൾവർ എടുത്തു. വെടിവെച്ച അവിടെ മാറ്റൊലിക്കൊണ്ടു. കഥ തുടരും.